ഇന്നത്തെ ട്രൂത്ത് വായിക്കാം. സ്റ്റാർലൈൻ കൊലക്കേസിൽ 1-ാം പ്രതിക്ക് തൂക്കുകയർ, 2-ാം പ്രതിയെ വെറുതെ വിട്ടു. ഇന്നത്തെ ട്രൂത്ത് വായിക്കാം. സ്റ്റാർലൈൻ കൊലക്കേസിൽ 1-ാം പ്രതിക്ക് തൂക്കുകയർ, 2-ാം പ്രതി ഹരീന്ദ്രനെ കോടതി വെറുതെ വിട്ടു. ട്രൂത്ത് വായിക്കാം. പ്രമാദമായ സ്റ്റാർലൈൻ കൊലക്കേസിൽ 1-ാം പ്രതിക്ക് തൂക്കുകയർ. നിഷ്കളങ്കരെന്ന് നമ്മൾ കരുതുന്ന പലരും യഥാർത്ഥത്തിൽ നിഷ്കളങ്കരാണോ? ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഉദ്ദേശിച്ചാൽ എത്ര വലിയ കൊള്ളക്കാരനെയും ദിവ്യന്മാരാക്കാൻ പറ്റും. അങ്ങനെ ദിവ്യന്മാരായി ജനങ്ങളെ പറ്റിക്കുന്ന പല നേതാക്കളെയും ഭരണാധികാരികളെയും എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് പറയുകയാ, ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോടതി വെറുതെ വിട്ടിരിക്കുന്ന ഈ വ്യവസായ പ്രമുഖൻ ഹരീന്ദ്രൻ ഉണ്ടല്ലോ, അയാൾ നിഷ്കളങ്കനാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ഞാനൊരു കുട്ടനാട്ടുകാരനാണെങ്കിലും എറണാകുളത്തുള്ള ഈ ഹരീന്ദ്രവർമ്മയെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയാം. പ്രത്യേകിച്ച് ഈ കേസിൽ അയാൾക്കുള്ള പങ്കിനെ പറ്റി. കോടികൾ പോക്കറ്റിലുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്ന് ഊരിപ്പരാനും വലിയ പാടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിലും സാമ്രാജ്യത്വത്തിന് സ്വാധീനമുണ്ടെന്ന ഒരു പാർട്ടി പ്രവർത്തകനായ എന്റെ അഭിപ്രായം. ഒരു പാവ മനുഷ്യനെ ഹരീന്ദ്ര സാറ്, തങ്കപ്പെട്ട സ്വഭാവമാ. 100 ചോദിച്ചാൽ 200 തരും. ഏതോ ശത്രുക്കൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ ഈ കേസൊക്കെ. എന്തായാലും കോടതി സാറിനെ വെറുതെ വിട്ടല്ലോ, ആശ്വാസമായി. ഹരീന്ദ്രൻ പണം നൽകിയ സാക്ഷികളെ സ്വാധീനിച്ച് കൂറുമാറ്റിയതായി പരക്കെ പരാതി ഉയർന്നിട്ടുണ്ട്. ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ട്രൂത്ത് എന്ന പത്രത്തിന്റെ പത്രാധിപർ ശ്രീ രാജേന്ദ്രൻ വഴയില ഇപ്പോ നമ്മോടൊപ്പമുണ്ട്. മിസ്റ്റർ രാജേന്ദ്രൻ വഴയില, താങ്കളുടെ പത്രം നിരന്തരമായി എഴുതിയ ലേഖനങ്ങളിൽ ഹരീന്ദ്രന്റെ അസന്മാർഗിക ജീവിതത്തെക്കുറിച്ചും രഹസ്യ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കോടതി അദ്ദേഹത്തെ നിരപരാധിയായി കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? കോടതി വിധിയെ പറ്റി ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അത് കോട്ടലക്ഷ്യമാവും. അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുട തിന്നാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ എന്റെ പത്രമായ ട്രൂത്ത് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് ഹരീന്ദ്രവർമ്മ. വിമാനത്തിന്റെ സീറ്റിന്റെ ഇടയിലൂടെ ഒരു സ്ത്രീയെ ഒന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ അത് സ്ത്രീ പീഡനമെന്ന് ആരോപിച്ച പാവപ്പെട്ട ശുദ്ധന്മാരായ നിഷ്കളങ്കന്മാരായ മന്ത്രിമാരെ പോലും രാജിവെപ്പിച്ച പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് സ്ത്രീ പീഡനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് നിരന്തരമായി പീഡന ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരീന്ദ്രവർമ്മയെ എന്തേ നിയമം കാണുന്നില്ല എന്നതിലാണ് സ്റ്റാർലൈൻ കൊലക്കേസിലെ 1-ാം പ്രതിയുടെ വധശിക്ഷ നാളെ വെളുപ്പിന് 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടപ്പാക്കും. പ്രമാദമായ ഈ കേസിൽ കോടതി വെറുതെ വിടുകയും എന്നാൽ ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്ന ആൾ എന്ന് മാധ്യമങ്ങൾ പരക്കെ പറയുകയും ചെയ്യുന്ന ശ്രീ ഹരീന്ദ്രവർമ്മ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരീന്ദ്രവർമ്മ, ഈ കൊല ആസൂത്രണം ചെയ്തത് താങ്കളാണെന്നുള്ള ആരോപണം ജനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. പണത്തിന്റെ ശക്തി കൊണ്ടും താങ്കളുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മാത്രമാണ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നാളെ രാവിലെ 1-ാം പ്രതിയെ തൂക്കിലേറ്റുകയാണ്. ശ്രീ വർമ്മയ്ക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? ശ്രീ ഹരീന്ദ്രവർമ്മ, താങ്കൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു. മാനസികമായ ടെൻഷൻ മൂലമായിരിക്കാം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാതെ പോയത്. ഏതായാലും കോളിളക്കം സൃഷ്ടിച്ച സ്റ്റാർലൈൻ കൊലക്കേസിലെ 1-ാം പ്രതിയെ നാളെ രാവിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയാണ്. ഇനി 1 മണിക്കൂർ മാത്രം എല്ലാം കഴിയാൻ. ആരാണ് ഈ തെറ്റും ശരിയും തീരുമാനിക്കുന്നത്? നീതിപീഠമാണോ അതോ പൊതുജനങ്ങളോ? ഞാനൊരു കഥ പറയാം, അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ കമ്പനിയുടെ ഉത്ഭവത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇന്ദുവിൻ്റെ കല്യാണത്തിൽ നിന്നാവാം. അതെ, ഇന്ദുവിൻ്റെ കല്യാണം ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു അത്. ഇന്ദുലേഖ
കോടീശ്വരനായ വ്യവസായി കൃഷ്ണൻ നായരുടെ ഏക മകൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി സുന്ദരി സുശീല. അവൾക്ക് കേരളത്തിലെ നമ്പർ 1 വ്യവസായ പ്രമുഖനും യുവാവുമായ വരനെ തന്നെ അച്ഛൻ കണ്ടെത്തി. മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും അടക്കം വൻ ജനാവലി പങ്കെടുത്ത ആർഭാടപൂർവമായ വിവാഹമായിരുന്നു ഇന്ദുവിൻ്റേത്. വിവാഹ മുഹൂർത്തമായപ്പോൾ വിപ്ലവകാരിയെ പോലെ തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ കാറുകൾക്ക് മുകളിലൂടെ ഓടിയും ചാടിയും കല്യാണവേദിയിലെത്തി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താലി ചാർത്തുന്നതിന് തൊട്ടു മുമ്പ് അവൻ വിളിച്ചു, സിനിമയിലെ നായകനെയും നായികയും പോലെ നമ്മുടെ മനസ്സിൽ ഇവരിപ്പോൾ സ്ഥാനം പിടിച്ചേക്കാം. ധീരനായ കാമുകൻ, അവന് ചേർന്ന കാമുകി. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധിയെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിച്ചില്ല. സമൂഹത്തിന്റെ മുന്നിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിലും എളിഭ്യനായ ഒരു ഹതഭാഗ്യം. ആ ഹതഭാഗ്യം ഞാനായിരുന്നു. 400 കോടിയുടെ ആസ്തിയുള്ള സ്റ്റാർലൈൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സിന്റെ MDയും ചെയർമാനുമായ ഞാൻ, ഹരീന്ദ്രൻ, OG ഹരീന്ദ്രവർമ്മ, ഒരു IT കമ്പനിയുടെ CMDക്കുള്ള ടെൻഷനും ഹെക്ടിക് ഷെഡ്യൂൾസുമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ശീർഷാസനം ചെയ്യുന്നത്. ഇത് ബുദ്ധി വർദ്ധിപ്പിക്കും, ആയുസ്സും വർദ്ധിപ്പിക്കും. ഇതിനിടയിൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താലോ സംഗതി ആകെ കുഴപ്പത്തിലാവും. കളഞ്ഞു കുളിച്ചോളൂ. താൻ യോഗാസനം ചെയ്യുമ്പോൾ വിളിക്കരുന്ന് പറഞ്ഞിട്ടുള്ളൂ. ആള് ചത്തുപോകുന്നതിലും വലുതാണോ ചായ നടക്കുന്നത്? എനിക്കൊരു ജ്യൂസ് മാത്രം മതി. തടി കുറച്ച് കൂടുന്നുണ്ട്, ഒന്ന് സ്ലിം ആവണം. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനെന്നാണ് എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കുറിച്ച് പറയുന്നത്. ലക്ഷങ്ങളുടെ അല്ല, കോടികളുടെ കണക്കായിരുന്നു എന്റെ അച്ഛന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ കാശിന്റെ വില എനിക്കറിയാം. കാരണം ഈ സമ്പാദ്യങ്ങളുടെ പുറകിലുള്ള ഒരു വലിയ അധ്വാനത്തിന്റെ കഥ അച്ഛൻ ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. മാത്രമല്ല, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ നിർവഹിക്കണമെന്ന് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൊടുക്കുന്തോറും ഏറിടും എന്നാണല്ലോ പ്രമാണം. പക്ഷേ ചില തൊരപ്പന്മാരുണ്ട്, ഗ്യാപ്പ് കണ്ടാൽ കാശടിച്ചുകൊണ്ട് പോകുന്ന ചിലർ. അവരിൽ ചിലർ ഈ പ്രക്രിയയെ കടം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നു. എന്നാൽ ചില ഹൈടെക് തുരപ്പന്മാര് ഇതിനെ ദാനം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും തിരിച്ചു കൊടുക്കണ്ടല്ലോ. അങ്ങനെയുള്ള ഹൈടെക് തുരപ്പന്മാരിൽ ഒരാളാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് ഗോപാലകൃഷ്ണൻ. GK എന്ന തുരപ്പൻ ഗോപാലകൃഷ്ണൻ. ഓസിന് പൊട്ടടിച്ച് ജീവിക്കുക എന്നുള്ളത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വഭാവ വിശേഷമാണ്. എൻ്റെ അച്ഛനപ്പൊപ്പന്മാർ തൊട്ടേ ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ ഒട്ടും മടിയില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഒട്ടും മടിയില്ല കേട്ടോ. 10 ഗുണം 10 ഗുണം. കുളി കഴിഞ്ഞ് ക്രീമിൽ കുളിക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. വേൾഡിൽ കിട്ടാവുന്ന എല്ലാ ഫേമസ് ബ്രാൻഡുകളുടെയും പെർഫ്യൂമുകളും ബോഡി ക്രീമുകളും ദാ ഇവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. ഞാൻ സുന്ദരനാകാൻ വേണ്ടി എനിക്ക് ഹരീന്ദ്രൻ വാങ്ങി തന്നതാ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട് പറയുക. ഓസിന് കിട്ടിയ ലാസിഡും അസ്ഥാനത്തടിക്കുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എൻ്റെ അലമാര നിറയെ ഫോറിൻ പാൻറ്റുകളും ഷർട്ടുകളുമാണ്. പക്ഷേ അതെ, ഇത് മാത്രം ഞാൻ ഓസിന് മേടിക്കില്ല. ഹരീന്ദ്രൻ്റെ അടിച്ചു മാറ്റുന്നതാ. പണമില്ലാത്തവൻ പിണമെന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാശില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ചിലർ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു, ചിലർ എരന്ന് കാശുണ്ടാക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണെന്ന്. എന്നെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാമെന്ന് ഹരീന്ദ്രൻ ഏറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ കോടീശ്വരനല്ലേ. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഞാൻ എന്ത് ചോദിച്ചാലും അവൻ തരും, ചോര പോലും. അല്ലെങ്കിൽ ഞാൻ ഊറ്റും. ദൈവമേ, 2 പീസ് ചിക്കനും കൂടി വിളമ്പിടും. 4 ഭ്രാന്ത. ഹരി കഴിച്ചില്ലേ? സാറിന് ജ്യൂസ് മാത്രം മതി, സ്ലിപ്പാവാനാണ്. താൻ രാവിലെ എത്ര ചപ്പാത്തി കഴിച്ചു? 4 ചപ്പാത്തി. പോയി അപ്പുറത്തുനിന്ന് 4 കൂടി വെട്ടി വിഴുങ്ങ്. 4 എങ്കിൽ 4 സ്ലിപ്പാവാൻ.
ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, എന്റെ ഡ്രോവറിലിരുന്ന് 500 ഒരു കെട്ട് നീ എടുത്തോ. 500 കേട്ടാ? ഞാൻ എടുത്തില്ല. കള്ളം പറയല്ലേ, നീ അല്ലാതെ അത് ആരും അവിടെ എടുക്കില്ല. 50,000-ന്റെ അത് ഇന്നലെ എന്താ ആവശ്യം വന്നപ്പോ ഞാൻ എടുത്തതാ. എടാ ഇന്നലെ ബാങ്കില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ പിന്നെ നീ അല്ല എന്റെ ബാഗ്. പിന്നെ നിന്റെ അലമാരിക്കകത്തിരുന്ന സ്കോച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞില്ല എന്ന് വേണ്ട. ഏത്? ആ ബ്ലൂ ലേബലോ? ബ്ലൂ ലേബൽ ആണെങ്കിലും റെഡ് ലേബൽ ആണെങ്കിലും കള്ളു തന്നെയല്ലേ. എടാ ഒരു സ്മോള് വെച്ച് മൂന്നുന്ന നിനക്ക് എന്തിനാണ് 1 ലിറ്ററിന്റെ ബോട്ടില്? അല്ലല്ലോ നിന്നെ കൊണ്ട് കുടിപ്പിക്കരുതെന്നാണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. ഇനി ഇത് ഞാൻ സമ്മതിക്കില്ല. ഇന്നത്തോടു കൂടി നിർത്തിക്കോ നിന്റെ ഈ സഹവാസം. നീ നിന്റെ ഫ്ലാറ്റിലേക്ക് കെട്ടുകെട്ടാൻ നോക്ക്. നീ ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലടാ. എടാ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഒക്കെ വേണ്ടേ? പിന്നെ നിനക്കറിയാലോ, നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം. മാത്രല്ലടാ, നിന്റെ കൂടെയുള്ള ഈ കളിയും ചിരിയും ഈ വഴക്കിടിലും ഒക്കെ കൊണ്ടാണ് ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത്. എന്തു ദുഃഖം? അല്ലാതെ പിന്നെ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? നിനക്ക് ദുഃഖങ്ങളില്ലേ? എനിക്ക് ദുഃഖങ്ങളില്ലേ? അതുകൊണ്ട് എന്നെ പിരിഞ്ഞുള്ള ജീവിതം നിനക്ക് വേണ്ട. നീ ഇപ്പൊ ഫുഡ് പഴയതുപോലെ ശ്രദ്ധിക്കുന്നേ ഇല്ല. പതപ്പിക്കല്ലേ. ഒരു സമയം ഒരുപാടായി. ലെറ്റ്സ് ഗോ. ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഗോപാലകൃഷ്ണനല്ല ഇന്ന് നിങ്ങൾ കാണുന്ന തൊരപ്പൻ ഗോപു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നീ എന്തൊക്കെ ചിന്തിച്ചാലും നിന്നെ ഞാൻ ഒഴിഞ്ഞു പോവില്ല മോനെ. വടി കണ്ടാൽ കരയുന്ന, എന്ത് പറഞ്ഞാലും മോങ്ങുന്ന ഒരപ്പാവയിൽ നിന്ന് സൂത്രശാലിയായ ബിസിനസ്മാനായി അവൻ വളർന്നിരിക്കുന്നു. സ്വല്പം തരികിടയുണ്ടെങ്കിലും ആളൊരു മിടുമിടുക്കൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് സ്വർഗ പ്രേമികളൊക്കെ ഒത്തുകൂടുന്നത് മെറൈൻ ഡ്രൈവിലാണെന്നാണ് ഗോപുവിന്റെ കണ്ടുപിടുത്തം. അതുകൊണ്ടാണോ അവൻ എന്നോട് അവിടെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് അവന്റെ പെരുമാറ്റം കാണുമ്പോൾ ഇവനും ഒരു ചെറിയ സ്വർഗപ്രേമിയാണോ എന്ന് എനിക്ക് വരെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു സത്യം പറയട്ടെ, എന്റെ കളിക്കൂട്ടുകാരനായ GK എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനില്ലാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താണ് രാമേട്ടാ, ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി? പിന്നെ നല്ല അസലായിട്ട് ഉറങ്ങി. അയ്യോ ഇല്ല സാർ, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല സാർ. ഒരു ബോളൊക്കെ നടച്ചിട്ടില്ല. ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? സത്യമാണ് സാർ. രാവിലെ മോർണിംഗ് ഷിഫ്റ്റിന്റെ ആള് വരുന്നവരെ ഞാൻ കണ്ണ് തുറന്നു പിടിച്ചിരിക്കാനും സാർ. രാത്രിയിലകത്ത് പിള്ളേരൊന്ന് പണിയായിരുന്നോ അതോ വേറെ വല്ല ഏർപ്പാടും? സാറ് പറഞ്ഞ അനുസരിച്ച് ഓരോ അരമണിക്കൂറിൽ ഞാൻ അകത്ത് പോയി നോക്കും. എല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു. അല്ലല്ല നല്ല പണിയിലായിരുന്നു. ഞാനൊരു കാര്യം ചേട്ടന്റെ മോൻ കണ്ടാൽ അറിഞ്ഞൂടെ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന്? ചേട്ടാ ഇങ്ങനെ ഉറക്കൊഴിയുന്നുണ്ടാ ഈ വലിയ ശരീരം മെലിഞ്ഞു പോകുന്നു. ക്യാൻറ്റീനിൽ പോയി 100 പൊറോട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. നമുക്ക് ഗുഡ് മോർണിംഗ് ഇല്ലേ? ഗുഡ് മോർണിംഗ് സർ. എന്താ പൊട്ട് ശ്രദ്ധിച്ചു നോക്കിയത്? എല്ലാത്തിനും ഞാൻ തന്നെ എടാ കുട്ടിയുടെ ഐസിയു കിടക്കാന്ന്. നീ ഐസിയുലാവല്ലേ? Good morning, sir. Good morning, Rekha. How are you? I'm fine. How are you? Fine. Sir, around 76 applications are came from that 30 are online and others by mail. അതിൽ എലിജിബിൾ ആയിട്ടുള്ള എത്ര പേരുണ്ട്? 25 to 30, sir. അവരുടെ മാത്രം ലിസ്റ്റ് ഉണ്ടാക്കി bring all the resumes to my room. Sir. സാർ, ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോ എന്ത് ചെയ്യും സാർ? അത് നമുക്ക് താൻ പേടിക്കണ്ടോ ഷാജഹാൻ. അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ IT കമ്പനിക്കോ ജെസിനിക്കോ നെസ്റ്റിനോ നമുക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാം. അതിനവരെ നോട്ടിഫൈ ചെയ്യണ്ടേ? That's already done, man. Don't worry. ഇന്ന് സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓ താങ്ക് യു സാർ. It's my pleasure. ആ കുട്ടീനെ കാണാൻ നല്ല ഐശ്വര്യല്ലേ? നിനക്ക് ഈ പണി നിർത്താറായില്ല. എപ്പോഴും നിർത്തുന്നു വിചാരിക്കൂടാ, പക്ഷെ ആ കുട്ടീനെ കാണുമ്പോൾ പിന്നെ തുടങ്ങും. രാഹുൽ, എന്തായി അമേരിക്കൻ ട്രിപ്പ് ഒക്കെ? നെക്സ്റ്റ് മൺഡേ. വാട്ട് അബൌട്ട് യുവർ സിസ്റ്റേഴ്സ് എക്സാം? ഞാൻ പറഞ്ഞില്ലേ സർ, പാസ്സായി. മതി വാ. അത് ഓൾറെഡി പാസ്സായതാടാ. നീ വല്ല പെമ്പിള്ളാരുടെ തല്ലുകൊണ്ടേ ചാവുള്ളൂ. നീ കരുനാക്ക് വിളച്ചൊന്നും പറയല്ലേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആർക്കട്ടാ രാവിലെ ഫോണില്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
ഗുഡ് മോർണിംഗ് ജോസ്മി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ആ പഴയ സ്വപ്നം കണ്ടു. നമ്മൾ രണ്ടുപേരും കൂടി പാരീസിലേക്ക് പറക്കുന്നത്. സാറിന് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഞാൻ ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തോ? പോയി വർക്ക് ചെയ്തോ? യൂസ്ലെസ്. നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കണേ. ഹസ്ബൻഡ് ദുബായിന്ന് വന്നു അല്ലേ? വേണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നാ പോരായിരുന്നു. എന്തൊക്കെയാണ് ജെയിംസ് വിശേഷം? ഞാൻ സാറിനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എവിടെ പോകാൻ? ഞാൻ ഇയാളെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. ടെർമിനേറ്റ് ചെയ്തു? അതിനൊക്കെ കാരണമൊന്നുണ്ടായി? ലേഡീസിന്റെ ഭാഗത്തുനിന്ന് ഇയാളെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ്. എന്റെ പൊന്ന് സാറേ, ഇതൊരുമാരെ പെരുമന്തൻ ഉണ്ണിമന്തനെ കണ്ടിട്ട് കുറ്റം പറയണ പോലെയാണ്. ഞാൻ പെമ്പിള്ളേരെ കണ്ടാ ചിരിക്കാറുണ്ട്, പക്ഷേ GK സാറിനെ പോലെ കത്തി വെച്ച് കൊല്ലാറില്ല. നൈറ്റ് ഷിഫ്റ്റിൽ GK സാർ ഇവിടെ വരുന്നത് പെമ്പിള്ളേരെ കണ്ട് പഞ്ചാര അടിക്കാനാണെന്ന് ആരോ പറഞ്ഞത്. ഞാൻ അന്ന് തെറ്റിദ്ധരിച്ചായി പോയി നടപടി. താൻ അങ്ങനെ പറഞ്ഞു? ഇല്ല സാർ. ഇനി മേലിൽ GK സാറിനെ കുറിച്ച് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇല്ല സാർ. നിനക്കറിയാലോ, ഞാനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. അതെനിക്കറിയാം. അത് മതി. GK, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ജെയിംസേ, പോയി ജോലി നോക്ക്. താങ്ക് യു സാർ. ചെയർമാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് തന്നെ ഞാൻ വിട്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് പേടിപ്പിക്കാതെ സാറേ. ഇവിടത്തെക്കാൾ 25,000 രൂപ ശമ്പളം കൂടുതൽ വേറെ വല്ലയിടത്തും മേടിക്കാൻ എനിക്കറിയാം. പക്ഷെ ഒരു സത്യം പറയട്ടെ, സാർ ഈ അരീന്ദ്രൻ സാറിന്റെ കൂടെ നടന്ന് ഈ വലിയ കമ്പനി കുട്ടിച്ചോറാക്കും, അതെനിക്ക് ഉറപ്പാ. നിർത്തോ. ഏറിയ ഒരാഴ്ച തനിക്ക് ഇവിടെ ആയുസുള്ളൂ. പോയി വർക്ക് ചെയ്യണോ. യൂസ്ലെസ്. ഈ യൂസ്ലെസിനെ കൊണ്ടും ചിലപ്പോ യൂസ് ഉണ്ടാവൂട്ടാ. എന്ത് യൂസ്? ഇനി എന്നെ ദ്രോഹിച്ച തന്നെ കൊന്ന് ഞാൻ ജ്യൂസാക്കി കുടിക്കും. ഹരി, ഹലോ. യെസ്, കണക്ട് മീ. ഹലോ അമ്മേ. എന്തുകൊണ്ട് വിശേഷം? ഞാൻ മൊബൈലിൽ എത്ര നേരായിട്ട് വിളിക്കുന്നു, എടുത്തതേ ഇല്ല. അയ്യോ, സൈലന്റ് മോഡിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ അമ്മേ കാര്യം? ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് ആ കൃഷ്ണൻ നായർ അങ്കിളിനെ അറിയില്ലേ? അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന. അത് കൊള്ളാം. അങ്കിളിനെ അറിയാത്തവരാരാ ഉള്ളത്? അദ്ദേഹം ഇന്നലെ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. കൃഷ്ണൻ നായരുടെ മകൾ ഇന്ദുവിനെ നിനക്ക് ഓർമ്മയില്ലേ? ഇന്ദു? ഓർക്കുന്നില്ല. എടാ, നീ ഇത് പറ്റില്ല എന്ന് പറയരുത്. ആ കുട്ടിയുടെ കുറച്ച് ഫോട്ടോ ഞാൻ നിനക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. നീ ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പാ. അയ്യോ, ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത്? ഈ തിരക്കിനിടയ്ക്ക് ഒരു വർഷത്തെ ടൈമെങ്കിലും വേണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. കല്യാണത്തെ പറ്റി ഒരു തരത്തിലും എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റില്ല. ഒരു വർഷോ? 2 മാസത്തിനകം കല്യാണം നടത്തണം. ആ കുട്ടി ഈ വർഷം എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവും. ഈ വർഷം പാസ് ഔട്ടോ? അപ്പൊ എന്നെക്കാളും 6-7 വയസ്സ് ഇളയതായിരിക്കില്ലേ അമ്മേ? അതൊന്നും ശരിയാവില്ല. അമ്മ മോനെ നിർബന്ധിക്കുന്നില്ല. അച്ഛനെ ഓർത്തിട്ടെങ്കിലും നീ കല്യാണത്തിനൊന്ന് സമ്മതിക്ക്. ആദ്യം നീ ഫോട്ടോ എന്ന് കാണ്. എനിക്കിപ്പോ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഫോട്ടോ കാണണം? അയ്യോ, ചൂടാവല്ലേ മാഡം. ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാം. ഇവനിത് എന്നേക്കാൾ കഷ്ടമാണല്ലോ. ഒന്ന് നിർത്തറ. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ നിനക്കിപ്പോ എന്നെ വേണ്ടതായല്ലേ? ഒന്ന് പോടാവിടുന്നു. എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട. ബിൽഗേറ്റ്സിനേക്കാൾ വലിയ സോഫ്റ്റ്വെയർ കിങ് ആകുക എന്നതാണ് എന്റെ ലക്ഷ്യം. കല്യാണം കഴിച്ചാലൊന്നും നടക്കില്ല എന്നൊക്കെ വീമ്പിളക്കിയിട്ട് ഇപ്പൊ ഒരു പീറ പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോ തലയും കുത്തി വീണിൽ നടന്നി. സംഗതി ശരിയാ. ആദ്യമൊക്കെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ അമ്മ എന്റെ പുറകെ നടന്നപ്പോ 2-3 വർഷം ഞാൻ തടി തപ്പി നടന്നു. പക്ഷെ എന്തോ ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോ മനസ്സിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിരുന്നൊരു പെണ്ണിന്റെ മുഖം പോലെ. അതാണ് ഫ്രോയിഡിന്റെ തിയറി. അതെന്തോന്നു? അയ്യേ, അതുപോലും അറിയില്ലേ? അത് കുറച്ച് അഡൽറ്റ്സ് ഓൺലിയാ. വെൽ, ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ചോദിക്കൂ. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് പുറത്തു പോയിട്ടുണ്ടോ? ആരെ? അമ്മ, അമ്മുമ്മ, അച്ഛമ്മ, കുഞ്ഞമ്മ, വല്യമ്മ. തിരുമണ്ട, ആരെങ്കിലും വളച്ച് നീ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്നാ നീ ഇപ്പൊ കേട്ടണ്ട, സമയമാകുമ്പോ ചേട്ടൻ പറയാം. ഓ പിന്നെ, എല്ലാരും ഇവിടെ പ്രേമിച്ച് വിളിച്ചോക്കെയല്ലേ കല്യാണം കഴിക്കുന്നത്. നീ ഒന്ന് പോടാ അവിടുന്ന്. ഇതൊക്കെ തന്നെ നിന്റെ പ്രശ്നം. ആട്ടെ, നിന്റെ സുന്ദരി എന്തു ചെയ്യുന്നു? ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക, ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സിന്. ബെസ്റ്റ്. എറണാകുളത്ത് ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനി. പിടിച്ചാ കിട്ടാത്ത സാധനമായിരിക്കും. നിന്നെ പഴംതുണി ചുരുട്ടണ പോലെ ചുരുട്ടി കൂട്ടും. നീ ഒന്ന് പോടാ. ഇവൾ അങ്ങനൊന്നും ആയിരിക്കില്ല. ഇവള് നല്ല തറവാട്ടി പിറന്ന പെണ്ണ. കേരളത്തിലെ നമ്പർ 1 ബിസിനസ് സ്ഥാപനമായ RK എന്റർപ്രൈസസിലെ കൃഷ്ണൻ നായരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയാളുടെ മകളാ. അയാളുടെ മോളാ? എന്താ, നിനക്ക് അയാളെ അറിയാമോ? അറിയാവോന്ന് ചോദിച്ചാ അയാൾ ആളത്ര ശരിയല്ല. ഓ, നീ അയാളുടെ അടുത്ത് പോലെ തരികട ഒപ്പിച്ച് കാണും. എന്ത് തരികട? എനിക്ക് അയാളെ പരിചയം അത്രേ ഉള്ളൂ. എടാ, വിഷയം അതല്ല.
2-3 വർഷങ്ങൾക്കകം നമ്മുടെ കമ്പനി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ തഴച്ചു വളരണം. അതാണ് എന്റെ സ്വപ്നം എന്ന് നിനക്കറിഞ്ഞൂടെ? ആവശ്യത്തിലും അതിലധികവും സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഹരീന്ദ്രൻ ഈ സ്റ്റാർലൈൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സ് ഇതുവരെ എത്തിച്ചത്. ആണല്ലോ, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അത് നിലനിർത്തണമെങ്കിൽ ഉടനെ ഒന്നൊരു പ്രാരാബ്ധത്തിൽ ചെന്ന് ചാടരുത്. ഇനി അഥവാ കല്യാണം കഴിച്ചേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ അതിനും വഴിയുണ്ട്. എന്തു വഴി? എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പാകത്തിന് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിന്റെ ബ്രെയിനായ ഈ GK എന്ന ഗോപാലകൃഷ്ണനെ നിയമിക്കുക. പിന്നെ നീ ഹണിമൂണോ ഹണിയില്ലാത്ത മൂണോ എന്താന്ന് വെച്ച് ആഘോഷിക്കേ. കമ്പനി വളർത്തിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കറക്റ്റ്. നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇനി ഒരു ഡയറക്ടറിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ, അത് മറക്കരുത്. നിന്റെ കമ്പനി ഡയറക്ടർ എന്ന സ്വപ്നം നമുക്ക് പിന്നീട് പരിഗണിക്കാം. ഇപ്പൊ ഈ ഇന്ദുമതി എന്ന സുന്ദരിയെ പെണ്ണ് കാണുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ട് കണ്ടെന്ന് സംസാരിക്കണം. അതിനുള്ള വഴി പറയടാ. അത് നീ പേടിക്കണ്ട, അത് ഞാൻ ഇപ്പൊ തന്നെ തപ്പിക്കൊണ്ടു. അങ്ങനെ നീ തപ്പി സഹായിക്കണ്ട. നിന്റെ ഫ്രണ്ട് പൂജ വിളിക്ക്, അവള് പോയി ഇന്ദുവിനെ കാണട്ടെ. പൂജ കണ്ടിട്ട് എന്തിനാ? ഇതെന്താ ലെസ്ബിയൻ മാരേജാ? നിന്നെ പ്രേമിക്കുന്ന പെണ്ണല്ലേ, അവളൊക്കെ ലെസ്ബിയൻ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് ഞാൻ പറഞ്ഞേക്കാം. അയ്യോ എടാ, 5 മണിക്ക് ആ പിള്ളേൻ ഗ്രൂപ്പിനെ കാണാൻ നേരിട്ടുണ്ട്. എനിക്ക് അവന്മാരത്ത് പോകാൻ വയ്യ, നീ ഒന്ന് ചെല്ലടാ പ്ലീസ്. നിനക്കെന്താ പോയാല്? എടാ അവന്മാരെ നാണം കെട്ട ബാർഗൈനിങ് നടത്തുന്ന പരമ എച്ചുകളാ. അതുകൊണ്ട് നീ ഒന്ന് ചെല്ലടാ പ്ലീസ്. എച്ചുകളുടെ അടുത്ത് പോവാൻ എച്ചുകൾ അല്ലേ? അതെ. എടാ നീ പോയിട്ട് വാ, ഞാൻ പൂജയെ കണ്ട് കാര്യം പറഞ്ഞോളാം. എടാ അവള് സഹായിക്കുമല്ലേ? പിന്നെ ആർക്കും എപ്പോഴും എങ്ങനെയും എന്റെ പൂജയെ സമീപിക്കാം. സഹായം ഗ്യാരണ്ടി. എന്റെ ബോയ്ഫ്രണ്ട് GKയുടെ അഭിപ്രായം തെറ്റാ കേട്ടോ. ഈ പെണ്ണുരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? ആ ഇനത്തിൽ പെട്ടവളാ ഞാനെന്ന് ഫ്രണ്ട്സ് പറയാറുണ്ട്. ജീവിത സാഹചര്യങ്ങൾ എന്നെ അങ്ങനെ ആക്കിയതെന്ന് കൂട്ടിക്കും. പിന്നെ കണ്ടാൽ ഈ ഡ്രസ്സും ചാടയൊക്കെ എന്റെ തൊഴിലിന്റെ ഭാഗമാണ് കേട്ടോ. ഒരു പോപ്പ് സിംഗർക്ക് ഇതൊക്കെ കൂടിയേ തീരൂ. എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി, ടീം സ്പിരിറ്റോടെ കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറെ പോലെ ജീവിതത്തെ നേരിടാനാണ് ഈ പൂജ വാസുദേവന്റെ തീരുമാനം. ഒരു പൂജ വാസുദേവൻ, അവിടെ അമ്മയുടെ ഒരു പൂജ. അവളെയല്ല അവിടെ അച്ഛൻ വാസുദേവൻ എന്ന് പറഞ്ഞ തെണ്ടിയാ തല്ലേണ്ടത്. അവൻ എന്തിനു കൊള്ളാം? ആൽക്കാശിന് ഗുണമില്ലാത്ത പിച്ചക്കാര്. അവനെ അവന്റെ മോളെ ഞാൻ കൊല്ലും, ഇപ്പൊ കൊല്ലും, ഇന്ന് കൊല്ലും. എന്നാ കൊല്ല്, എന്നെ തന്നെ ആദ്യം കൊല്ല്. ആരെയാ ഇപ്പൊ കിടന്ന് ചീത്ത വിളിച്ചേ? നിന്റെ അച്ഛനെ, ആ തെണ്ടി വാസുദേവനെ. ചോണയുണ്ടെങ്കിൽ ഒന്നുകൂടെ അയാളെ ചീത്ത വിളിക്കാമോ? ഇല്ല. എന്തേ? പൂജയുടെ അച്ഛൻ ആ തെണ്ടി വാസുദേവൻ ഈ ഞാനായതുകൊണ്ട്. ഒരു പെക്ക് റം കിട്ടിയില്ലെങ്കിൽ ഈ അച്ഛൻ തലയെ ഉണ്ട കയറ്റി ചത്തുകളയും. എന്നൊന്ന് ചത്തേ. നീയാടി എന്റെ പൊന്നു മോള്. മരിക്കാൻ നേരത്ത് തിരുനനിച്ച് വെള്ളം തരുമ്പോ റമ്മയാകാവൂ കേട്ടോ. ആരും ബെല്ലടിക്കുന്നു, മോള് പോയി നോക്ക്. അച്ഛനൊന്ന് ചെലുത്തിയിട്ട് വരാം. ഓ മൈ ഗോഡ്, ഹരീന്ദ്രൻ സാറോ? വരൂ. ഈ പാവങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വലിയ മുതലാളിമാര് വരുവോ? വെറുതെ കളിയാക്കല്ലേ പൂജ. ഇപ്പൊ താമസിക്കുന്ന ഈ വാടക വീട്ടിലാണെങ്കിലും എന്റെ GK കല്യാണം കഴിച്ചു കഴിയുമ്പോ താനും വലിയ പണക്കാരിയാവില്ലേ? അതിനും ഈ മുതലാളിയുടെ അനുഗ്രഹം വേണമെന്നല്ലേ GK പറയുന്നത്? എന്റെ അനുഗ്രഹം GKക്കോ? അവനിപ്പോ എന്റെ ഗുരുവായിരിക്കല്ലേ. ഞാനിപ്പോ വന്നത് പൂജയുടെ അനുഗ്രഹം തേടിയാ. കാര്യത്തിലോട്ട് കിടക്കാം. സംഗതി പെണ്ണു കേസല്ലേ? GK എന്നെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ ഇതിന് കമ്മീഷൻ കുറച്ച് കൂടും കേട്ടോ. ഓക്കെ ഓക്കെ, ആസ് യു വിഷ്. എന്തായാലും പെണ്ണ് കാണുന്നതിന് മുമ്പ് ആ കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി. യു ഹാവ് ടു ഹെൽപ് മീ ഫോർ ദാറ്റ്. അപ്പോ പെണ്ണ് ഓക്കെ ആണെങ്കിൽ കല്യാണം ഉടനെ ഉണ്ടാവുമോ? അത് പറയാൻ പറ്റില്ല. ഓക്കെ ആണെങ്കിൽ ചിലപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ഓ മൈ ഗോഡ്, സ്ത്രീ വിദ്വേഷയെ നടന്ന ആള് നിമിഷം കൊണ്ട് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചോ? ആ സുന്ദരിക്കുട്ടിയുടെ കയ്യിലെന്താ? വല്ല കൂടോത്രം ഉണ്ടോ? കൂടോത്രമൊന്നുമല്ല, എന്തോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണം പോലെയുള്ള കാര്യങ്ങള് മനസ്സ് പറഞ്ഞാ പിന്നെ മാറ്റി വെക്കരുന്നു. പൂജയുടെ അഭിപ്രായം എന്താ? അവിടെ അഭിപ്രായം എന്തോ ചോദിക്കാൻ. ഇത് ലോട്ടറിയിലെ ലോട്ടറി. സത്യമാണോ മിസ്റ്റർ ഹരീന്ദ്രൻ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ മരുവനായി നിങ്ങൾ വരുന്നു. ഇതിൽപ്പൊരു ഭാഗ്യം എനിക്കിത് വരാന്. സാറിന് നീ പാടിപ്പാടി വീഴ്ത്തിയാണോ മോളെ? ഹരീന്ദ്രന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഗോപാലകൃഷ്ണൻ, അവനൊരു കഞ്ഞിയാണ്. സംസ്കാരമില്ലാത്ത നാറി. അവൻ എന്റെ പെണ്ണിനെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി മനസ്സുരിയാണ് ഞാൻ ഈ പരുവായത്. എന്തുകൊണ്ട് പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോ നിങ്ങളുടെ കല്യാണം എപ്പോഴാണെന്നാണ് പറഞ്ഞു?
അയ്യോ ഡാഡി, ഞങ്ങളുടെ കല്യാണക്കാര്യത്തെ പറ്റി അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഹരീന്ദ്രൻ ഒരു കല്യാണാലോചന വന്നു, അതിനെ പറ്റിയാ. അച്ഛൻ കള്ളിന്റെ പുറത്ത് പറഞ്ഞതാ, സോറി. ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു നിമിഷത്തെയാണെങ്കിൽ റമ്മിൽ നിന്ന് സ്വാച്ചിലേക്ക് മാറാമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. ഐ എം സോറി മിസ്റ്റർ ഹരീന്ദ്രൻ. എന്റെ മോഹം വളരെ ചീപ്പായി പോയല്ലേ. ഞാൻ ബോറടിപ്പിക്കില്ല. എങ്കിലും ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഹരീന്ദ്രൻ അറിയോ, കൊട്ടാരം പോലുള്ള 3 ബംഗ്ലാവുകളും 4 മെഴ്സിഡസ് ബെൻസും 2 BMW ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെയല്ല, അങ്ങ് ഗൾഫിൽ. 10ാം ക്ലാസ് വരെ എന്റെ മോള് സ്വർണ്ണ പാത്രത്തിൽ ആഹാരം കഴിച്ചിരുന്നത്. വേൾഡിലെ നമ്പർ 1 ബിസിനസ്സുകാരനെ മാറുമായിരുന്നു ഞാൻ. ചതിയായിരുന്നില്ലേ ചതി? അന്നറിയേറ്റ അഭിഷേക് എന്നെ ചതിച്ചു. അതിന് കൂട്ടു നിൽക്കാൻ എന്റെ മലയാളി സുഹൃത്തു. എല്ലാം പോയില്ലേ. ദുബായിലെ ജയിലിൽ എന്നെ അടച്ചു കേട്ടപ്പോ എവിടെ അമ്മ രംഗ ഒട്ടിച്ചത്തു. ഇന്ന് ദേ എന്റെ മോള് ഹോട്ടലിൽ പോയി പാട്ട് പാടി ആളുകളെ രസിപ്പിച്ചിട്ട് വേണം എനിക്ക് 2 പെക്ക് അടിക്കാൻ. വാട്ട് എ ലൈഫ് വേസ്റ്റ്. ഐ ആം സോറി അബൌട്ട് ദാറ്റ്. ദാറ്റ്സ് ഓക്കേ. വിഷമമുള്ള മനസ്സുകളെ നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. അയ്യോ മറന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഡൺ. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ സുന്ദരി ഇന്ദുവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ പൂജ അറേഞ്ച് ചെയ്തിരിക്കും. അങ്ങനെ 2 തോണിയിലും കൂടി കാലു ചവിട്ടി നിൽക്കാൻ ഈ ഇന്ദുവിന് പറ്റില്ല. ആദ്യം കുറെ നാൾ ഒരുത്തനെ പ്രേമിക്കുക, പിന്നെ വീട്ടുകാർ കാണിച്ചിരുന്ന വേറൊരാളെ കെട്ടുക. അയ്യേ, എന്തൊരു ബോറിന് ഏർപ്പാടത്. എനിക്ക് പറ്റില്ല. ഒരാളെ പ്രേമിച്ചെന്ന് കരുതി ഞാൻ എന്റെ മാന്യതയൊന്നും വിട്ടിട്ടില്ല. V is equal to mr into g by b, where r is constant. The value of it depends upon the properties of gas and the temperature scale. അതിന്റെ ഡെറിവേഷൻ v is equal to mr into ഇപ്പൊ പ്രേമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ക്ലാസ് റൂമാണ്. SMS പ്രണയം ഒരു ഫാഷൻ അല്ല, പാഷനായി പോയില്ലേ. സെൽഫോൺ ഇല്ലാത്ത ഒരു റൊമാൻറ്റിക് ഹീറോയെ പറ്റി ഇപ്പൊ ചിന്തിക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് ഇന്റർനെറ്റ് വരുമ്പോഴാണ് പെണ്ണിന് വെപ്രാളം. ഈ ഗോഷ്ടിയൊക്കെ ക്ലാസ് റൂമിലാണെന്ന് ഓർക്കണം. ഇപ്പൊ താഴെ പോകുന്നു പറഞ്ഞ ലോവേസ് ജീൻസ് ഇട്ട മെട്രോസെക്സ് മണ്ണുണ്ണികൾ വേറെയും. ഈ വൃത്തികേടിന് ഒന്നും പോകാതെ ബാക്ക് ബെഞ്ചിൽ ഒതുങ്ങിയിരുന്ന എനിക്ക് തന്നെ ഈ വിധി വന്നല്ലോ ഈശ്വര. v is equal to mr. ഇന്ദു, സ്വപ്നം കാണാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. ഇന്ദു വിളിച്ചു. എന്നിട്ട് നോ റെസ്പോൺസ്. മെസ്സേജ് ചെയ്തോ? മെസ്സേജും ചെയ്തു. ഞാൻ റെസ്പോൺസ്? നോ റെസ്പോൺസ്. എന്നാ എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു നോക്ക്. അതൊന്നും വേണ്ട. അവന് മാത്രല്ല എനിക്കുണ്ട് വാശി. എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. നിനക്കറിയാമോ, അവനൊരു കഞ്ഞിയാ. അതെ, അവനൊരു കഞ്ഞിയാ. ഞാനിത് പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിറഞ്ഞൊരു മനസ്സും പൂശാന്താടിയും പൊട്ട കണ്ണടയും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നേ പറഞ്ഞത് ആ കോന്തം നിനക്ക് ചേരില്ലാന്ന്. അപ്പോഴേക്കും അവന്റെ പ്രസംഗം കേട്ടങ്ങ് മയങ്ങി വീണു. എന്തൊക്കെയാ നീ അവനെ പറ്റി പറഞ്ഞത്? പാവപ്പെട്ടവനാണ്, ശുദ്ധഹൃദയനാണ്. ആ അനുഭവിച്ചോ നീ? നാട് നന്നാക്കാൻ നടക്കുന്നു. ഇവനൊന്നും നാണമില്ലേ? പാവപ്പെട്ടവരുടെ രക്ഷകൻ, പണക്കാരുടെ അന്തകൻ, ഇഡിയറ്റ്. വലിയ ചെഗുവേരയാണ് പോലും, ചെഗുവേര. വായിൽ വെള്ളിക്കരണ്ടിയുമായ ഒരു പെറ്റി ബൂർഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല. അവക്ക് തോന്നുമ്പോ പ്രേമിക്കാനും തോന്നുമ്പോ കല്യാണം കഴിക്കാനും. ഇതെന്താ, അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ ബന്ധം? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ചൊരു യുവ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം? വാഴയിലല്ല, ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വാഴയില. ഇതുപോലൊരു പരമകന്യയെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെ പോലുള്ള കുട്ടിസഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം. കോപ്പിൽ ഉണക്ക വാഴയിലെ ചുമ്മാതല്ല താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത്. അധസ്ഥിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢി. ജീവിത സന്ധാരണത്തിനായി പടപൊരുതുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിൽ അംഗമാണ് ഞാൻ. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ 2 കെട്ടിയതാ, ഒരു സ്റ്റെപ്പിന് വേറെയും. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചേ. നാണം കെട്ട മുതലാളിത്ത സംസ്കാരത്തിന്റെ ചീഞ്ഞു നാറി വിത്താണ് താൻ. അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു. എന്തേ? എനിക്കൊന്ന് കക്കൂസേ പോണം. നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നാശം, ഇതെപ്പോ നിറയാനാ? അവൾക്കും അവളുടെ ഫെല്ലോ സ്വർണ്ണക്കരണ്ടികൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, കുടിക്കാൻ കൊക്കക്കോള. ഞാനോ 1/2 ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു. അതും തീർന്ന
ഓ കുറെ നേരം ആയല്ലോ, ഒന്ന് ഇറങ്ങടോ വാഴയിലെ. ഇപ്പൊ വാഴയില വേണ്ട ഗതികേടില്ല, വെള്ളമില്ല സഹാബേ. എനിക്ക് നിന്റെ അറിവുള്ളതാ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങടോ. അയ്യേ ആ വെള്ളം വീണതാ, അല്ലെങ്കിൽ ആകെ നാറ്റക്കേസാവും. താത്തിറോ. ഓ താങ്ക് യു. നാശം. അല്ലെങ്കിലും 5 സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരോട് പുച്ഛമായിരിക്കും. അത് പെണ്ണൂടെ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവളവളുടെ പാട്ടിന് പോട്ടെ. സഹാബേ എന്റെ കഴിഞ്ഞ്. എന്താണ് ഒറ്റക്കൊരു സംസാരം? നൈരാശ്യം മൂത്ത് പ്രാന്തായ? നിർത്തണോ? അയ്യോ എന്റെ സഖാവ് ചെകുവര എന്ത് പുല്ല് പണിയാണ് താനീ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ട് എതിർത്തോ? ഇത് ആർക്കും വേണ്ട, അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് തുടച്ചു. പാർട്ടിയുടെ കൊടികീറിയതിനില്ല. പത്രരംഗത്തെ പ്രതിപാദനായ രാജേന്ദ്രൻ വഴയിലോടാ നിന്റെ കളി. നിന്നെ ഞാൻ എഴുതിക്കൊള്ളൂടാ. സംസ്കാര ശൂന്യം. കാമുകന്റെ കാമകൈലികൾ. അപ്പൂപ്പന്റെ കാമകളി. അയ്യോ തൊട്ടി കിണറ്റിലും പോയി ഈ കാലമാടന്റെ കാര്യം. അയ്യോ മോനെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചാടാൻ പോവല്ല. ഞാൻ വിചാരിച്ചു വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കാവുന്നു. തൊട്ട് നമുക്ക് പിന്നെ എടുക്കാം. നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തേ വാന്ന്. ഇതിനായിരുന്നു രാവിലെ ഇതൊരെണ്ണം അടിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ. എന്റെ വാറ്റിന്റെ മഹത്വം നീയൊന്നും അറിയണമല്ലോ. ഇതൊരെണ്ണം അടിച്ചാ നിന്റെ എല്ലാ വേദനയും പമ്പ കിടക്കും. പിന്നെ പെണ്ണില്ലേലെന്താ, പൈപ്പിൽ വെള്ളമില്ലേലെന്താ, ഒരു പ്രശ്നമില്ല. പിന്നെ മലശോധനക്ക് നല്ലതാ. അടിയടാ. എനിക്കൊന്നും വേണ്ട. എന്ത് ചെകുവരെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ടെന്ന്? കഴിക്കടാ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കുണ്ടോ ഹൃദയവേദന, എന്റെ പ്രേമവല്ലി. വേണ്ട വഴയിലെ പ്രേമവല്ലിയെ പറ്റി ഇപ്പൊ പറയല്ലേ. പറയണ്ടെങ്കിൽ പറയണ്ട മോനെ. 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റിൽ കാരൽ മാക്സ് വേണം. കാരൽ മാക്സ്. ജോലിയും കൂലിയില്ലാത്ത നീ എന്ത് ചെയ്യാൻ? എടി 20,000-ഓ 30,000-ഓ ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ബൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ കിട്ടില്ല. എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ? ഞാനൊരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഏത് മഞ്ഞപത്രത്തിന്റെയാ? രാഷ്ട്രബോധമില്ലാത്ത മരക്കഴുതേ, കുതിരെ, കുരങ്ങേ, ഞാൻ പോണു. ഊർശ്വാസി എന്നോടാ കളി ഇക്കാരി. മഞ്ഞപത്രമൊന്നും ഒരാവശ്യം വന്ന് സ്റ്റാർട്ടാവൂല്ല. നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയനെ. ഓ പിന്നെ കൈ എടുക്കടി. ചൂടാവല്ലേ മാഷേ. എന്റെ കോമറേഡിന് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കി. ചെകുവരെ ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി. കൊള്ളാം, താങ്ക്സ്. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. നാളെ രാവിലെ 10 മണി ഞാൻ ഹോസ്റ്റലിൽ എടുത്തു വരാം. അയ്യോ വേണ്ട അലക്സ്, എനിക്ക് പേടിയാ. ഇനി എന്ത് പേടിക്കാൻ? നീ സ്നേഹയുടെ വീട്ടിൽ കമ്പാൻസൺ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടുന്നു. നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം 6 തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. എന്നാലും നമ്മൾ എങ്ങനെ പോണേ? എന്റെ ഈ ഫ്ലൈറ്റിൽ. ഇതിലോ? ഈശകടത്തെ വീട് വരെ പോയാൽ തിരിച്ചങ്ങോട്ട് ആംബുലൻസിൽ വരേണ്ടി വരും. എന്റെ അലക്സേ, തനിക്ക് ഈ തല്ലിപ്പൊളി വണ്ടി ഇതുവരെ കളയാറായില്ലേ? തല്ലിപ്പൊളി വണ്ടിയാ? എടി വിപ്ലവകാരിയായ എന്റെ അച്ഛന്റെ വീരശൂര പരാക്രമങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ്. നിനക്കറിയാമോ, ഇതിനിപ്പോ 32 വയസ്സുണ്ട്. അപ്പൊ പുരാവസ്തു അല്ലേ? ആക്രക്കാർക്ക് കൊടുത്ത പോക്കറ്റിൽ 5 കാശ് വീഴും. ഓ കാശ് കാശ് കാശ്, ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ. അല്ലെങ്കിലും സപ്രമഞ്ച കട്ടിലിൽ ജനിച്ചോണ നിനക്കൊക്കെ ബെൻസുകാരന്റെ സുഖം മാത്രമേ പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവമേ, തുടങ്ങി പുരാണം. എടി രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ഒരു ലെക്സസ് മുതലാളിത്തത്തിന്റെ മുഖമുദ്ര. അങ്ങനെ അവനിപ്പോ കയറി പോണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്നറിയട്ടെ. കേറിപ്പോടാ, ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. കേറ്റി വിടാന് അതാരാണെന്നറിയാമോ? അവനാണ് ബൂർഷ്വ ശങ്കരൻ. പാവപ്പെട്ട ചെത്തുതൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റയിട്ട് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് കോടീശ്വരനായ തെണ്ടി. ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. എന്താ കേറിപ്പോണ്ടേ? ഇപ്പൊ തീരും വിപ്ലവം. അയ്യേ, ആകെ നാണക്കേടായി. നീ ഒന്ന് പോടി. എന്താടോ തനി ചെവി കേട്ടൂടെ? പറ്റി എടോ, താൻ ആ കുളത്തെങ്കിൽ അലക്സ് അല്ലേ? ഏതാടോ ഈ പെങ്കൊച്ച്?
ആ നടക്കട്ടെ നടക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പോ. വണ്ടി എടുക്കണോ? ജീവനെ ഇന്ന് ഞാൻ എറിയടാ, എടാ എറിയാൻ. നീ ഉള്ളോണ്ട് ഞാൻ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ വൃത്തികെട്ട ബൂർഷ ഇവനൊക്കെ ഇപ്പറ് കയറ്റി കൊള്ളണം. എങ്ങനെയുണ്ട് മോളെ എന്റെ വിപ്ലവ ഗ്രാമ ഭംഗി? നീ പിടിച്ചിരുന്നു, വണ്ടി ഒരു പാലം കയറാൻ പോവാ. രക്ഷപ്പെട്ട ജോർജ് ബുഷ്, പ്രസിഡന്റ് ബുഷ്, അമേരിക്കൻ മുതലാളിത്തം തോയട്ടെ. അയ്യോ ജോസഫ് ഏട്ടൻ, നീ അങ്ങോട്ട് വിളിച്ചേ. എന്തിന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അവര് നിന്നെ കണ്ട ശരിയാവൂല മോളെ. അവിടെ വിളിച്ചേ, കാര്യം ഞാൻ പറയാം മോളെ. പ്രസിഡന്റ് ജോർജ് ബുഷ്. എന്താ അലക്സ്? ലാൽ സലാം സഖാവേ, ഇതെന്താ പ്രതിഷേധ ജാഥയാണോ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസം നടത്തിയാണ്. ഞാനൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കൊന്നാണ് അവന്മാർ വിചാരിച്ചത്. പിന്നെ ചൈനയുമായിട്ട് ആയിക്കോട്ടെ, ഇത് സമ്മതിക്കൂല. ഇതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോ എന്ത് പറയുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഖാവേ സമയം? എല്ലാം ഈ ജോസഫ് തന്നെ ചെയ്യണ്ടേ? താൻ കൂടുന്നു ബുഷിന് കണ്ട് തെറി വിളിക്കാം. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ സഖാവ് ഒരു കാര്യം ഇപ്പൊ വെക്കോ, ഞാൻ വീട്ടിൽ പോയിട്ട് അതുവഴി ഒരു അരിപ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. തന്റെ പെങ്ങടെ കല്യാണക്കാരി, ഞാനതങ്ങ് വിട്ടുപോയി. ആ കോട്ടയം പാർട്ടി ശരിയാവുന്ന തോന്നണ ആണോ? ആ, പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല. പക്ഷെ ജോസഫ് ഏട്ടാ, ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ. താൻ വിഷമിക്കണ്ടോ, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണം. എല്ലാം ശരിയാ. അപ്പൊ ഞാൻ പറട്ടെ, ലാൽ സർ, പ്രസിഡന്റ് ബുഷ്. ആശ്വാസം. ഞാനെങ്ങും വരുന്നില്ല, തന്നെ അങ്ങ് പോയാൽ മതി. ഒരു സോറി ഇല്ല. എന്നെ ഇങ്ങനെ നാണം കെടുത്താനാണ് നാട്ടിൽ കൊണ്ടുവന്ന്. ഞാൻ പോവാ. അയ്യോ എന്തു മോളെ, എന്റെ അവസ്ഥ ഇതായി പോയി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, ഇങ്ങനെ ചില പാർട്ടി പ്രവർത്തകരെ പേടിച്ചേ പറ്റൂ. കാരണം പാർട്ടിക്കകത്തുള്ള എന്റെ ഇമേജ് അതാ. കുടുംബത്തൊന്നും ഒരു പ്രശ്നമില്ല. വാ കേറ് പ്ലീസ് പ്ലീസ്. ഞാൻ 100 ഏത്തിടാം. 1 2 ഒരു ചെഗുവേര. ഇനി ഇത് എപ്പോ സ്റ്റാർട്ട് ആവും? വണ്ടർഫുൾ. പിന്നെ കല്യാണം നമുക്ക് പാർട്ടി ഓഫീസിൽ വെച്ച് നടത്താം. അതൊന്നും വേണ്ട, അമ്പലത്തിൽ വെച്ച് മതി. അമ്പലവും പള്ളിയൊന്നും വേണ്ടെന്നേ. വിശ്വാസികളും പാർട്ടിയായിട്ട് ഇപ്പൊ അത്ര നല്ല ബന്ധത്തിലല്ല. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. മനസ്സിൽ വെച്ചോണ്ടിരുന്ന കാര്യം നടക്കും. അയ്യടാ. അയ്യോ, അതെന്റെ അച്ഛന്റെ കാർ പോലെ തോന്നി. തൃശ്ശൂർ അടക്കുന്ന നിന്റെ അച്ഛൻ എങ്ങനെ ഇവിടെ വരാൻ? നിനക്ക് തോന്നിയതായിരിക്കും. ഞാൻ കണ്ടു. എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കിയേക്ക്. പേടിക്കാതെ, ഞാൻ നിന്നെ സ്ഥിര സ്ഥലത്തിറക്കാം. എത്താറായി. അയ്യോ, ദേ എന്റെ അച്ഛനെ കൊച്ചനും. അയ്യോ, എവിടെ? എത്രയായി? നീ പിടിച്ചിരുന്നു, എന്നിട്ട് മുഖം മറച്ചു വെച്ചു. ഞാൻ സ്പീഡിൽ ഓടിച്ച് അപ്പുറത്ത് നിർത്താം. അയ്യോ, ഒന്ന് വേഗം പോ. വേഗം പോ, നീ പേടിപ്പിക്കാതെ. ദൈവമേ, ഇനി ഇത് ഇവിടെ നിന്ന് പോവോ? ഇല്ലില്ല, നാശം പിടിച്ചൊരു വണ്ടി. നീ ഒന്നും മിണ്ടായിരുന്നേ. അയ്യോ അയ്യോ, നാശം സ്റ്റാർട്ട് ആവണില്ലല്ലേ. അയ്യോ, അച്ഛൻ കണ്ടെന്ന് തോന്നുന്നേ. മുഖം ഞാൻ തള്ളി മാറ്റാം. സത്യം പറടാ, അന്നവളുടെ അച്ഛന്റെ കൈ കൊണ്ട് തല്ലു വാങ്ങിച്ചോണ്ടല്ലേ ഇന്ന് അവളെ വേണ്ടാന്ന് പറയുന്നത്? എന്തേ? രക്തത്തിളപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരെ തൊടാൻ അവളുടെ അച്ഛൻ 100 ജന്മം ജനിക്കണം. പണ്ടറക്കാലൻ നോണ പറഞ്ഞ് കുടിക്കൽ ചായം കളഞ്ഞ് കേറ്റ്. എടോ വാഴയില്ലേ, അവക്ക് അവളുടെ കാര്യം അവളുടെ വീട്ടുകാരുടെ കാര്യമാ വലുത്. എന്റെ വിഷമങ്ങളെ പറ്റി ചിന്തിക്കണ്ടല്ലോ. ഞാൻ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ ശിക്ഷയായത്. നീ വിഷമിക്കാതെ, ഈ കടിയിന്ന് ഒരെണ്ണടുത്ത് കടി. എന്താ ഇത്? കടിച്ചാ പൊട്ടാത്ത എള്ളുണ്ടാ. ഇതിന്ന് 2 കടിച്ചു കഴിയുമ്പോ നിനക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ കടിക്കാം. കല്യാണ ആലോചന വന്നപ്പോ അവളെന്നോട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ അവളെ അടിച്ചോണ്ട് എന്റെ വീട്ടിലേക്ക് പോകണമെന്ന്. ഇവിടെ 20 വയസ്സ് കഴിഞ്ഞ 2 പെങ്ങന്മാരുണ്ട് എനിക്ക്. അവരുടെ കല്യാണം കഴിയാതെ ഞാൻ എങ്ങനെ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും? എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാത്. എന്തുവാണോ? നീ നിന്റെ അമ്മക്ക് വാക്ക് കൊടുത്താ അവൾ അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. തനിക്കറിയോ അവിടെ ഭാവി വരൻ ഹരീന്ദ്രവർമ്മയെ? കേരളത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമ. 100 കണക്കിന് കോടികളല്ലേ? 100 കണക്കിന് കോടികൾ. അതെ, നമുക്ക് ആ ഹരീന്ദ്രവർമ്മയെ ചെന്ന് കണ്ട് നിന്റെ പ്രണയലീലകളുടെ കെട്ടഴിച്ചാലോ? എന്റെ പട്ടി പോ അവന്റെ കാല് പിടിക്കാൻ. എന്നെ വേണ്ടാത്തൊരുത്തിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിക്കാം. എങ്കിൽ നമുക്ക് വേറെ വഴി ആലോചിച്ചാലോ? ആ വ്യവസായ പ്രമുഖനെ നമുക്ക് എഴുതി കൊന്നാലോ? വഴയില്ല, എനിക്ക് വേണ്ടി അത് ചെയ്യൂ. നിനക്ക് വേണ്ടി ഈ വാഴയില്ല, അതിനും അപ്പുറവും ചെയ്യും. എന്താ പോരെ? മതി. നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. ഹരീന്ദ്രവർമ്മയുടെ ലീലാവിലാസങ്ങൾ
നമ്മൾ കവർ സ്റ്റോറിയാക്കുന്നു. ഇതെങ്ങനെയുണ്ട് ജിക്ക്? വേണ്ട, അതിങ്ങെടുത്തേ. ഇത് കൊള്ളാം, ഇത് പിച്ചക്കാരനെ പോലെ ഉണ്ട്. കൊതുകിരിക്കുന്നു. അതും കൊള്ളാം. പെണ്ണ് ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഉപഭോഗ വസ്തു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ പെണ്ണ് സുഖമുള്ള ഒരു ഏർപ്പാടാ. പെണ്ണ് മനസ്സ് വെച്ചാൽ നടക്കാത്തത് എന്താ? എന്നാൽ പണം പോലെയല്ല പെണ്ണ്. അവളിടഞ്ഞാൽ തിരിഞ്ഞു കൊത്തും. പക്ഷെ ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ പൂജ വിഷമില്ലാത്ത വെറുമൊരു റബ്ബർ പാമ്പാ. ജികെയുടെ കുറെ കാശിയും പൊടിച്ചല്ലേ? നിനക്ക് വേണ്ടി എത്ര കാശ് പൊടിക്കാനും ഞാൻ ഒരു കാടി. സത്യം പറയട്ടെ, ഞാൻ ഇന്നൊരു പ്രഭുവാണ്, ലക്ഷപ്രഭു. പക്ഷേ എനിക്ക് ഈശ്വരനാകണം, കോടീശ്വരൻ. അതിന് ഹരീന്ദ്രൻ തന്നെ കനിയണം. ഹരീന്ദ്രൻ കനിയണമെങ്കിലോ? പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? വിശ്വാമിത്ര മഹർഷിയുടെ കൊടും തപസ്സിളക്കാൻ ദേവേന്ദ്രൻ മേനക അയച്ച കഥ. കാളിബുക്കടി മേനകെ. നീ ഞെളിഞ്ഞു നിൽക്ക്, ഞാൻ ഒളിഞ്ഞു നിൽക്കാം. ആക്രാന്തം വന്നു തുടങ്ങി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്ലീസ്. ആ കഥ ഇപ്പോഴും തുടരുന്നു. അതെ, ഇങ്ങനെ പോയാ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല. എന്ത് പദ്ധതി? അവന്റെ കല്യാണം കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡിൽ കയറി പറ്റുക എന്നുള്ള എൻ്റെ സ്വപ്നം പിന്നെ നടക്കില്ല. അമ്മയും മോനും കൂടി ലാഭം പങ്കിടുന്ന കമ്പനിയാ. അവിടെ ഒരു പെണ്ണുകൂടി കയറി വന്നാൽ പിന്നെ അതും ആ തെണ്ടി കൃഷ്ണൻ നായരുടെ മോള്. കല്യാണം നടന്നോട്ടെ, പക്ഷേ അതിനു മുമ്പ് ആ എഗ്രിമെന്റ് അവനെ കൊണ്ട് ഒപ്പിടിക്കണം. അതിനെനിക്ക് ഇന്ന് നിന്റെ സഹായം വേണം. എന്റെ സഹായോ? എങ്ങനെ? ഇന്ന് നിന്റെ പ്രോഗ്രാം കാണാൻ ഹരീന്ദ്രനും വരും. നിന്റെ പാട്ട് കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടി ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആ എഗ്രിമെന്റ് ഒപ്പിടാമെന്ന് നമ്മൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. നീ ഇതുവരെ പറഞ്ഞിട്ട് സമ്മതിക്കാത്ത കാര്യം ഞാനിങ്ങനെ പറഞ്ഞു നടത്തും? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇന്ദുലേഖ, വെരി നൈസ് നെയിം. താങ്ക് യു. എന്താ? എന്റെ കമ്പനിയിലെ ആരെങ്കിലും ഉണ്ടോ നോക്കിയതാ. എന്നെ ഇങ്ങനെ ഹോട്ടലിൽ ഒരു പെൺകുട്ടിയായിട്ട് കണ്ട അവര് ഞെട്ടിപ്പോവും. അതെന്താ? അവരാരും പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഇന്ദു തമാശ പറയല്ലേ? ഗുഡ്. അതല്ല, അമേരിക്കയിലാ പഠിച്ചതെങ്കിലും ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ഒറ്റയ്ക്ക് ഇതാദ്യമായിട്ടാ. ഇന്ദുവും അങ്ങനെ തന്നെയാണെന്ന് ആ മോൻ കണ്ടാൽ അറിയാം. Am I correct? ഏതായാലും ഇന്ദുവിനെ കുറിച്ചുള്ള എന്റെ ധാരണ തെറ്റിയില്ല. വെരി ക്യൂട്ട് ആൻഡ് ഇന്റലിജന്റ്. ഇന്ദു കള്ളു കുടിക്കോ? ഐ മീൻ ആൽക്കഹോൾ? ഇല്ല. ബിയർ, ഷാമ്പെയിൻ ഒന്നും? ഇത് അമേരിക്കൊന്നും അല്ലല്ലോ. ഓ, ഇന്നത്തെ കാലത്ത് ബിയർ പോലും ടേസ്റ്റ് ചെയ്യാത്ത പെൺകുട്ടികളോ? വണ്ടർഫുൾ. കോളേജിൽ നിന്ന് ടൂറിന് പോകുമ്പം ഇടയ്ക്ക് സ്വല്പം ബിയർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വരട്ടെ. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആണുങ്ങൾ കുടിക്കുമ്പോ ബിയർ കള്ളും പെൺകുട്ടികൾ കുടിക്കുമ്പോ ബിയർ കൊക്കക്കോളയും എന്ന് പറഞ്ഞ പോലെ ആയി. വാട്ട് എ സ്ട്രേഞ്ച് വേൾഡ് അല്ലേ? പ്രണയവിവശയായ അവളെ ചിരിഞ്ഞു കണ്ടു. അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവനെ കണ്ടോ? നിന്നെ പോലാണോ? എന്തൊരു യോഗ്യൻ. ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കണമെങ്കിൽ പോലും അരഞ്ഞാണം പണം വെക്കേണ്ട അവസ്ഥയിലേക്ക് താൻ എന്നെ സഹായിക്കാൻ വന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. നീ വിഷമിക്കാതെ, ആ ബന്ധം ഞാൻ പൊളിച്ചടക്കിക്കോളാം. സത്യം പറഞ്ഞ വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതെന്റെ ആദ്യത്തെ കല്യാണമാണല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഒരു ആദ്യത്തെ കല്യാണം ഉണ്ടല്ലോ, അല്ലേ?
ഐ മീൻ ആദ്യമായി കല്യാണം കഴിക്കുമ്പോ, അല്ല ആദ്യത്തെ കല്യാണത്തിന് മലയാളം സംസാരിക്കുമ്പോ ഗ്രാമർ മിസ്റ്റേക്ക് വന്നു പോകും. കണ്ടോ, ചിരിക്കുന്നു കണ്ടോ, കാമരൂമിനിയെ പോലെ. ഇവൾ യക്ഷിയാടാ, യക്ഷി. നമുക്ക് ആദ്യം വേണ്ടത് ആ ഗന്ധർവനെയാ. അവൻ എന്താ പറയുന്നെന്ന് കേൾക്കാം. ഈ ഹണിമൂണിനെ കുറിച്ച് വല്ലതും ഇന്ദു പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തേ നാണം വരുന്നുണ്ടോ? എന്നാൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ ഹണിമൂൺ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണിന്റെ വഞ്ചനയെ പറ്റി ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ചങ്കൂറ്റമുള്ള വഞ്ചികയെ ഞാൻ ആദ്യമായിട്ട് കാണുക. എഴുന്നേറ്റൊന്ന് കൊടുക്കട്ടോ അവളുടെ ചള്ളക്ക്. ഹലോ, ആ ഗോപു പറയടാ. ഞാൻ ഫോൺ സൈലന്റ് ഇട്ടിരിക്കായിരുന്നു, ഇപ്പോഴാ കണ്ടത്. അത് ഞാൻ മറക്കുവോ? 9 മണി കഴിഞ്ഞല്ലേ? ലീ മെറിഡിയൻ. ഓക്കെ, ചിലപ്പോ എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. ഓക്കേടാ, ഓക്കെ. ഇന്ദുവിന് പൂജ ഓർമ്മയില്ലേ? തന്നെ കോളേജിൽ വന്ന് കണ്ട പൂജ വാസുദേവൻ. അറിയാം. പൂജ ഒരു സിംഗറാ. ഇന്ന് ലീ മെറിഡിയനില് പൂജയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് വിത്ത് ഡിന്നർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് ഒരുമിച്ച് പോകാം. അയ്യോ, രാത്രിയാവില്ലേ? കല്യാണത്തിന് മുമ്പ് അതൊന്നും വേണ്ട. ഡാഡി ഇതിന് തന്നെ സാക്ഷ്യം തന്ന വളരെ ബുദ്ധിമുട്ടിയാ. ലേറ്റ് ആകും. എനിക്കറിയാവളെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഗൾഫ് റിട്ടേൺ കള്ളൂടിന്റെ കാര്യം? അയാളുടെ മോളാ. ഇന്നത്തെ പ്രോഗ്രാമിന് എങ്ങനെയെങ്കിലും ഒരു പാസ് നമുക്ക് സംഘടിപ്പിക്കണം. ഇവൻ അങ്ങനെ വിട്ടാ ശരിയാവൂല. Get her moving on the floor now. Love me, lilac. Love birds in lilac. ലാവണ്യമായി വാ വാ. തേൻചോരും സ്വപ്നത്തോടെ തുടിക്കും ഹൃദയത്തോടെ നമ്മളൊന്നായി ആടിപ്പാടി പോകാം പോകാം. ഇന്നു നെഞ്ചിൽ ഇന്റർനെറ്റിൽ സ്വർഗം വന്നില്ലേ. ഇന്നു ചാറ്റിൻ റൂമിൽ കാണാൻ പൊൻകിനാവില്ലേ. മനസ്സിൽ ഇന്നെന്താണോ കൊതിപ്പിക്കും നിനവേറുകയാണോ. ഇടകിടെ പുതു പുനർജന്മവുമായി നിലാവിൻ പൂവേ വിടരുകയോ. കിനാവിൻ നാളം തെളിയുകയോ. Get her moving on the floor now. Love me, lilac. Love birds in lilac. ലാവണ്യമായി വാ വാ. തേൻചോരും സ്വപ്നത്തോടെ തുടിക്കും ഹൃദയത്തോടെ നമ്മളൊന്നായി ആടിപ്പാടി പോകാം പോകാം. ഇന്നു നെഞ്ചിൽ ഇന്റർനെറ്റിൽ സ്വർഗം വന്നില്ലേ. ഇന്നു ചാറ്റിൻ റൂമിൽ കാണാൻ Okay. Oh yeah. തെന്നി തെന്നി കാലം മാറി കളയാനില്ലൊരു നാൾ. മിന്നിപ്പായും റെഡിഫ് മെയിലിൽ കാലം നീട്ടും ലോകം തേടാം. അറിയാ സുഖമറിയാം. ഗിറ്റാറിൻ ഈണം പടരുകയോ. തിളയ്ക്കും താളം മുറുകുകയോ. Get her moving on the floor now. Love me, lilac. Love birds in lilac. ലാവണ്യമായി വാ വാ.
ഹൃദയത്തോടെ നമ്മളൊന്നായി ആടിപ്പാടി പോകാം പോകാം ഇന്നു നെഞ്ചിൻ ഇന്റർനെറ്റിൽ സ്വർഗമൊന്നില്ലേ ഇന്നു നെഞ്ചിൻ ഇന്റർനെറ്റിൽ സ്വർഗമൊന്നില്ലേ ഇന്നു ചാറ്റിനുള്ളിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പതുക്കെ. അയ്യോ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഫിറ്റൊന്നും അല്ല. അയ്യോ ഫിറ്റ് ആണോ? നീ അകത്തേക്ക് വന്നേ, അടുത്തുള്ള ഫ്ലാറ്റുകാരൊക്കെ അറിയും. സൂക്ഷിച്ച പതുക്കെ. പൂജ, your program was excellent. Thank you. എടാ ശരിക്കേ, നീ ഭാഗ്യവാനാടാ. ഇതുപോലൊരു കലാകാരിയെ കൂട്ടുകാരിയെ കിട്ടും നിന്നോട്. എനിക്ക് അസൂയ തോന്നടാ. ഈ കൂട്ടുകാരിനെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നീ അങ്ങ് എടുത്തോടാ. അതൊന്നും വേണ്ട, എന്റെ കൂട്ടുകാരി ഇന്ദുവാണ്. എന്റെ ഇന്ദുലേഖ, പൂർണ്ണതുപോലെ സുന്ദരിയായ എന്റെ ഇന്ദുലേഖ. പൂജ അവളെ കണ്ടിട്ടുണ്ടോ? അത് കൊള്ളാം, ഞാനല്ലേ സുന്ദരി മുട്ടിച്ചു തന്നെ. സത്യത്തിൽ എനിക്കിപ്പോ ഈ കല്യാണത്തെ കുറിച്ച് ഓർക്കുമ്പോ ഉള്ളിലൊരു ഭയമാ. ഈ ഫസ്റ്റ് നൈറ്റൊക്കെ ഞാൻ എങ്ങനെ ആഘോഷിക്കൂടാ? പ്രായം ഇത്ര ആയെങ്കിലും ഈ കാര്യത്തിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ പൂജയുടെ വുഡ് ബി ഉണ്ടല്ലോ, ഇവൻ ഈ GK, അവൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ക്യാമറ. അറിയായിരിക്കുമല്ലോ. പൂജ ഇങ്ങോട്ട് വന്നേ, വരൂ, ഇരിക്കൂ. മനോഹരമായൊരു ഗാനം ആലപിക്കൂ. അതായത് वो शाम कुछ अजीब थी, ये शाम भी अजीब है, वो कल भी पास पास थी, वो हमें कहीं मेरा है. പോകല്ലേ, ഇവിടെ വാ. വന്നേ, ഈ പാട്ട് കേട്ടിട്ട് പോയാ മതി. എലി പുന്നല് കണ്ടതുപോലെ ഇരിക്കാതെ എടുത്ത് കഴിക്കേ. ഇനി ഞാനൊരു സ്കോച്ച് മേടിച്ചു തന്നില്ല എന്നുള്ള പരാതി വേണ്ട. കാക്ക മലന്ന് ഉറക്കുമല്ലോ മിസ്റ്റർ ജിക്ക്. ഏതായാലും ഇപ്പോഴെങ്കിലും ഇത് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ തനിക്ക് എന്റെ മോളെ കെട്ടിച്ചേർന്നോന്ന് ഞാൻ ഒരിക്കൽ കൂടി ആലോചിച്ചേനെ. ആലോചിച്ചോ, പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു കോടീശ്വരനായി കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. നീ എന്ത് കോടി ഈശ്വരനാണെങ്കിലും കൊള്ളാം, എന്റെ മോളെ നല്ലോണം നോക്കണം. പണം വരും പോവും, പക്ഷെ ജീവിതമാണ് വലുത്. അങ്കിളിന് അവിടെ തെറ്റി. പണം തന്നെയാണ് വലുത്. പണം ഉണ്ടെങ്കിൽ ഏത് സ്വർഗത്തിലും ജീവിക്കാം, ഏത് ദേവസുന്ദരിമാരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, ദിവസം ബ്ലൂ ലേബിൾ വേണമെങ്കിൽ അടിക്കാം. പോലീസിനെയും ഭരണാധികാരികളെയും കൊണ്ട് ചെരുപ്പ് തുറപ്പിക്കാം. ലോകത്തുള്ള ഏത് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റും സംഘടിപ്പിക്കാം. അതെ, ഇന്ത്യൻ പ്രസിഡന്റ് അവാർഡ് വേണോ അതും മേടിക്കാം. നീ ചുമ്മാ മാന്യന്മാരെ അവമാനിക്കരുത് കേട്ടോ. എന്ത് മാന്യത? പണം ഉണ്ടെങ്കിൽ എത്ര കിലോ മാന്യത വേണം? തെരുവിൽ വ്യഭിചരിച്ച് നടക്കുന്നവളായിക്കോട്ടെ, കോടിക്കണക്കിന് കാശുണ്ടെങ്കിലേ കോടാന കോടികൾ അവളെ ആരാധിക്കും, വേണമെങ്കിൽ പിടിച്ച് ദൈവമാക്കും. ഭയങ്കര വിപ്ലവമാണല്ലോ ഇത്. 3-6 മുഴുവൻ JCB കൊണ്ട് ഇടിച്ചു തരുതിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിപ്ലവത്തെക്കാളും വലിയ വിപ്ലവം. ഇത് വിപ്ലവമൊന്നുമല്ല, ഐഡിയോളജി. നഷ്ടപ്പെട്ട മാനവും സംസ്കാരവും പദവിയെല്ലാം പണത്തിന് പിന്നാലെ 10 മടങ്ങായി തിരിച്ചു വരുമെന്ന GK സിദ്ധാന്തം. നിന്നെ അങ്ങനെ ഞാൻ വിടത്തില്ല. ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകും. എടി നീ വിടാൻ, ഇത് ആരെങ്കിലും കണ്ടുകൊണ്ടൊന്ന് നാണക്കേടാ. ഓ, അല്ലെങ്കിൽ നാണമുള്ള ഒരാള്. നിനക്ക് നാണമില്ല മാനമില്ല. ഉണ്ടെങ്കിൽ സ്വന്തം പെണ്ണിനെ വേറൊരുത്തന്റെ മുറിയിലാക്കി ലോക്ക് ചെയ്യുവോ? ഇല്ലാ വചനം പറയരുത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. 2 സ്മോൾ അടിച്ചതിന്റെ പുറത്ത് ഞാൻ ആ ഡോർ വലിച്ചടച്ചിട്ട് പോയിന്നല്ലോ. അല്ലാതെ എന്റെ പൂജ എനിക്കറിയാലോ. പിന്നെ ഹരീന്ദ്രൻ, അവൻ പക്ക മാന്യനാന്ന് എനിക്ക് നിനക്കറിയാലോ. അതുകൊണ്ട് അതല്ലടാ, നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? കാശുണ്ടാക്കാൻ. ഈ കാശുണ്ടാക്കുന്നവർക്ക് വേണ്ടിയാ എനിക്ക് നിനക്കും. നിന്റെ അച്ഛന് അടുത്ത ആഴ്ച കോടതി കെട്ടിവെക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അതൊന്നും കൊടുത്തില്ലേ കൊടുക്കണ്ട. പക്ഷേ ഇത്തരം നോണം കെട്ട പരിപാടി ഇനി നീ കാണിച്ചോണ്ടല്ലോ.
ദേ, ഇത്തരം പല പല നാണക്കേടുകളിൽ നിന്നാണ് വലിയ വലിയ അഭിമാനങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് GK സിദ്ധാന്തം. നിന്റെ വൃത്തിയുടെ സിദ്ധാന്തത്തിനൊന്നും എന്നെ കിട്ടില്ല. വേണങ്ങല്ലേ മോളെ. ദേ, എനിക്ക് നിനക്കും കോടീശ്വരന്മാരായിട്ട് ജീവിക്കണം. അതെന്റെ സ്വപ്ന. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചിരിക്കും. നീ ആ ഹരിയെ കൊണ്ട് ആ പേപ്പർ ഒന്ന് ഒപ്പിടിക്കേ. എനിക്ക് പോകരുത്. എനിക്ക് അങ്ങനെ കാണുന്ന തന്നെ ചമ്മല. ഒരു ചമ്മലം വേണ്ട. ദേ, അവൻ ആ ഇന്ദുവിന്റെ ഫോട്ടോയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നല്ല മൂഡില. മോളൊന്ന് ചെല്ലേ. ഞാൻ ചിന്താവിഷ്ണ ചെകുവരെ ഇതൊരു എനിക്ക് വേണ്ട. ഒരെണ്ണം എടുത്ത അടിസകാവേ. റഷ്യയിലെ കൊടുന്തണുപ്പിൽ മഹാനായ ലെനിനും സ്റ്റാലിനും 2 എണ്ണം അടിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. നമ്മളിപ്പോ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി 2 എണ്ണം വീശുന്നു. ഒരു കുഴപ്പമില്ല. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് കമ്മ്യൂണിസത്തിന് മാറ്റം വരണം. ആരികടാ വിപ്ലവം കത്തി തുടങ്ങി. ഒരു കാമുകന്റെ ഗതികേടെ. അവളോട് പോകാൻ പ്രസകാവേ. കേട്ടിടത്തോളം മുതലാളിത്തത്തിന്റെ വക്താവാണ് അപ്പം കൊച്ചി. വിപ്ലവ കാമുകന്റെ ഇരിപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. എന്നെയും ഒരു പെൺകുട്ടി പ്രേമിച്ചിരുന്നു. നിന്നെ? എന്റെ പ്രേമവല്ലി. വർഷങ്ങളോളം നീണ്ടുനിന്ന ദിവ്യാനുരാഗത്തിന്റെ ഒടുവിൽ അവൾ സുന്ദരനും സുശീലനും സൽസ്വഭാവിയുമായ ഒരു സുമാരന്റെ കൂടെ ഇറങ്ങി ഓടി. ഇവിടെയോ ഇവനോ ഒരു പരമ കഞ്ഞി. ആ ഹരീന്ദ്രനോ കോടീശ്വരൻ. ഇവനാ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു കാടൻ. അവനാ എന്നെ പോലൊരു സുന്ദരൻ. എന്നിട്ടും എന്നെ അടിച്ചോണ്ട് പോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇവനെ നിത്യവും വിളിച്ചിരുന്നു. അപ്പൊ ഇവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈഗോ വർക്ക് ചെയ്ത് അവളാമ്പിള്ളേരുടെ പോയി. മഹാനായ വിപ്ലവകാരി. എന്നിട്ടിപ്പോ മേപ്പോട്ട് നോക്കി മോങ്ങുന്നു. മോങ്ങാനോ? ഞാനോ? എന്റെ പട്ടി മോങ്ങും. അവളെത്ര നീതിയായ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. കോടല വായക്കൊള്ള വർത്താൻ പാടാ. എടാ, കമ്മ്യൂണിസത്തിന്റെ ഒരു സിദ്ധാന്തങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ 10 കാശ് കിട്ടിയാൽ കൈക്കുവന്ന് ജനങ്ങളെ സേവിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയോ? അത് ശരി ആശാൻ പറഞ്ഞത്. ആരോട് വേണേ കാശ് ചോദിക്കാം, ഏത് കൊള്ളക്കാരോട് വേണേ മേടിക്കാം. പക്ഷെ സ്നേഹത്തോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. എടാ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുദാസ് പറഞ്ഞിട്ടില്ലേ? ഏത് സിനിമ പാട്ടില്? എന്റെ പത്രം വായിച്ചിട്ട് എനിക്ക് സമ്മാനം തരാൻ വരുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, പത്രസമ്മേളനത്തിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ വാഴയില മാത്രം ഓടി രക്ഷപ്പെടണ്ട. അടി കിട്ടണമെങ്കിൽ എന്നത്തെ പോലെ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. വരില്ല, അവൻ വരില്ല. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ കഴിഞ്ഞ 2 ദിവസമായിട്ട്? എന്നിട്ട് അവൻ നിന്നെ ഒന്ന് വിളിച്ചോ? അത് ചിലപ്പോ വിളിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഇന്ദു, നീ അതങ്ങ് വിട്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ, നീ വെറുതെ ആവശ്യമില്ലാതെ. ആഹാ, നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിരിക്കാണോ? വാ, മുഹൂർത്തം ആവാറായി.
തൊട്ട് പോരുത്. നീ പോകൂടി ഇവന്റെ കൂടെ. പോകും. എനിക്ക് ജീവനുണ്ടെങ്കിൽ പോകും. മോളെ രാജാ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഹലോ, ഗോപാലകൃഷ്ണൻ സാറല്ലേ? ഇത് ഷാജഹാനാണ്. സംഗതി ഞാൻ കണ്ടുപിടിച്ചു. സാർ ഇവിടെ ഉണ്ട്, പാലാരിവട്ടത്തെ പുതിയ വീട്ടില്. അതെ, അവിടെ തന്നെ. കാറ് പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തുറക്കുന്നില്ല. മനപ്രയാസം കൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ആ പെങ്കൊച്ചിന് ഗിഫ്റ്റായി കൊടുക്കാൻ വാങ്ങിയതാണ് വീടെന്ന് ഓർക്കണം. ആ വീട്ടിൽ കയറി കഥ കടച്ച് അങ്ങേര് വല്ല അവിവേകവും കാണിച്ച ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കഞ്ഞൂടി പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ല സാർ, ഞാനിനി കരയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കരഞ്ഞിട്ടെന്താ കാര്യം? പോവാനുള്ളത് പോയില്ലേ. സാറ് പെട്ടെന്ന് ഇങ്ങ് വാ. സാർ എവിടെ? ആ സുന്ദരി പെണ്ണിനെയും കെട്ടി കൊട്ടാരം കണക്കുള്ള ഈ വീട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ കൊതിച്ച കക്ഷിയല്ലേ? ചെയ്തു പോകും. ആരായാലും തനിയെ ആത്മഹത്യ ചെയ്തു പോകും. ഹരി, എടാ ഹരി, ഇത് ഞാനാ. നീ ബാലോർക്ക്. മോനെ ഹരി, വാതിൽ തുറക്ക്. മോനെ ഹരി, എന്താ മോനെ നീ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട് പോന്നത്? എന്തിനാ എങ്ങനെ നടന്ന് ബഹളം വെക്കുന്നത്? എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒന്ന് പോകാമോ പ്ലീസ്? ഹരി മോനെ, ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് ജീവിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം തകർന്നില്ലേ? ഞാൻ ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആത്മഹത്യ ചെയ്താലോന്ന് വരെ പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോനിങ്ങനെ വിഷമിക്കാതെ. ആ നാശം പിടിച്ച പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരുന്നത് ഒരു ഭാഗ്യമെന്ന് കരുതിയാ മതി. നല്ല സുന്ദരി പെൺപിള്ളേരെ എന്റെ മോന് വേറെ കിട്ടും. വേണ്ടമ്മേ, എനിക്കിനി ആരും വേണ്ട. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ ഒന്ന് പോകാമോ? ഹരി, ഞാൻ നിന്നോട് പറയാറുള്ളതല്ലേ, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗമേ എങ്ങനെയാണെന്ന്. നേരും നെറിയില്ലടാ. അഭിനയിക്കാൻ ഈ പറ്റുള്ള ഭയങ്കര മെഡിക്കുകളാ. ഒരു പീറ പെണ്ണിന് വേണ്ടിട്ട് ഇത്രയും വിലപിടിപ്പുള്ള നിന്റെ ജീവിതം നീ വെറുതെ പാഴാക്കരുത്. അവള് പോണെങ്കിൽ പോട്ടടാ. അവളെ പോലത്തെ 100 കണക്കിന് പെമ്പിള്ളേരെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടിട്ട് വരും. അതിനല്ലേലും GK സാറ് മിടുക്കനാ. ഹരി, നിനക്കറിയാലോ, നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ഒരു ലീഡിംഗ് ഫേമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായത്. നീ ഒപ്പിടാതെ അവിടെ നിന്ന് ഒരു ഫയലും നീങ്ങില്ല. ആയിരക്കണക്കിന് ആൾക്കാരുടെ തൊഴിലും ജീവിതമൊക്കെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നീ നശിപ്പിക്കരുത്. ഞാൻ അവളോട് എന്ത് തെറ്റാടാ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വൈരാഗ്യത്തോടു കൂടി എന്റെ ജീവിതവും മാനവും ഒക്കെ നശിപ്പിക്കാൻ ഞാൻ എന്ത് ദ്രോഹം അവളോട് ചെയ്തത്? ഈ 30 വയസ്സിനിടയിൽ ഒരാളെപ്പോലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നിനക്കറിയില്ലടാ. ഇത് തന്നെയാ നിന്റെ കുഴപ്പം. എടാ, ഇടയ്ക്കൊക്കെ ചിലരെയൊക്കെ ദ്രോഹിക്കണം. അവളുടെ അപ്പം കൃഷ്ണൻ നായര് ആള് ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെ അയാളുടെ മോള് ഫ്രോഡാകാതിരിക്കും? കോടിക്കണക്കിന് രൂപയുടെ മണി സൗദവും വാങ്ങി അവക്ക് വേണ്ടി കാത്തിരുന്ന നീയാണ് മണ്ടൻ. അതെ, ഇത് ബാക്കിയുള്ളവനും എല്ലാം മേടിച്ചു തന്നിരുന്നെങ്കിൽ അതിന്റെ നന്ദി ഇങ്ങനെ ഉണ്ടായേനെ. നീ വാ, കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം. രാവിലെ വന്ന് കയറി ഇരുന്നല്ലേ സാർ? വാ പോകാം സാർ. ഒന്ന് പോണോ ഇവിടുന്ന്? സാറ് ചെല്ലുമെന്ന് കരുതി ഓഫീസിൽ എല്ലാവരും കാത്തിരിക്കാം. ഇനി എന്തോന്ന് ഓഫീസ്? തന്നോട് പോകാനല്ലേ പറഞ്ഞത്?
തീർന്നില്ലേ? ഹരീന്ദ്രൻ സാർ ഇന്നും വന്നില്ലേ? ഇല്ല. ഇന്നലെ രാത്രി ഹോട്ടൽ ലീമഡിയലിലെ ബാറിലെ അടിച്ചു പൂക്കുറ്റിയായിട്ട് ബഹളം ഉണ്ടാക്കുന്ന കേൾക്കുന്നു. എന്താ ഒരു ചർച്ച? അല്ല സാർ, കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു IT കമ്പനി നമ്മുടേത്. പക്ഷെ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ പോലും തികയുന്നില്ല. എല്ലാം ശരിയാകും. എങ്ങനെ ശരിയാവും സർ? എല്ലാവരും പിരിഞ്ഞു പൊക്കോണ്ടിരിക്കുക. ഹരീന്ദ്രൻ സാർ വന്നില്ലെങ്കിൽ നമ്മുടെ കമ്പനി പോട്ടു. ഹരീന്ദ്രൻ സാറിനെ പണി പഠിപ്പിച്ച ആളാണെന്നല്ല പറയണേ. പറ്റുമെങ്കിൽ നേരെയാക്കുന്നു. ആദ്യം നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണം, എന്നാലേ ഗതി പിടിക്കും. ഗോപാലകൃഷ്ണ, നീ മരിച്ച എടാ ഭഗവാൻ ഗോപാലകൃഷ്ണൻ 16,000 പെണ്ണുങ്ങളുടെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ടില്ല. ഈ GK എന്ന തെണ്ടി ഗോപാലകൃഷ്ണൻ പിമ്പാണെന്ന് ഞാൻ പറയും. PIMB ഇവിടെ ഉണ്ടായിരുന്ന ഈ വാസ്തവനെ ആരും പേടിക്കാനില്ല. ഞാൻ ബഹളം ഉണ്ടാക്കും. എന്റെ മോടെ പ്രസ്റ്റീജിയസ് ലൈഫ് നിന്റെ മുതലാളിയെ പന്ന റാസ്കൽ നശിപ്പിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് കണ്ടോ? എന്റെ മോള് ഈ ട്രൂത്ത് എന്ന് പറഞ്ഞ കള്ളപ്പത്രം കണ്ടോ? പക്ഷെ ഫോട്ടോ സത്യമേ പറയും. നീ ഇത് കണ്ടോ പൂജ മോളെ? നേരത്തെ കണ്ടിരുന്നു. ഇങ്ങനൊരു ന്യൂസ് വന്നുകൊണ്ട് നാളെ എന്റെ മോളെ ഇവൻ കെട്ടതില്ലെന്ന് പറഞ്ഞ നമ്മൾ എന്തോന്ന് ചെയ്യും? വിശ്വസിക്കാൻ കൊള്ളു. എന്നെ വിശ്വസിക്കാം, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീ മാഞ്ഞാണെങ്കിൽ നിന്റെ ചതിയൻ കൂട്ടുകാരനെ നീ കുത്തി മലർത്തണം. പറ്റുന്നെങ്കിൽ നീ എഴുതിയിരുന്ന വായിച്ച് ഗോപാലകൃഷ്ണന്റെ കാമുകയായിരിക്കവേ തന്നെ സ്റ്റാർലൈൻ MD ഹരീന്ദ്രന്റെ കീപ്പായി ജീവിക്കുകയാണ് എന്റെ മോളെന്ന്. ഞാൻ തെണ്ടിയായി പോയത് പണമില്ലാത്തോണ്ട. പക്ഷെ മാനം വിട്ടിട്ടില്ല. എനിക്കിപ്പോ സത്യം അറിയണം. എന്റെ മോളത്തിന്റെ കാര്യമാണോ ഇതെങ്ങനെ സംഭവിച്ചത്? എല്ലാം വിശദമായിട്ട് പറയാം. ഇത് ഒരെണ്ണടിക്ക്. എനിക്ക് വേണ്ട പുല്ലേ. ഞാനൊരു പാവ. കാശുള്ളപ്പോ ഒത്തിരി പേരെ സഹായിച്ചു. ഇപ്പൊ എല്ലാവർക്കും എന്നെ പരിഹാസം. എന്റെ ബന്ധുക്കൾ പോലും എന്നെ തിരിച്ചു നോക്കത്തില്ല. പക്ഷെ നീ നിന്റെ കള്ള് മേടിച്ചു കൊടുത്തിട്ട് നിന്നെ കഴിവരുടെ പോലെ ഇത് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോളെ നീ കുരുതി കൊടുക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ രാജേന്ദ്രൻ ഹരീന്ദ്രനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നതാ. ആരും അത് മൈൻഡ് ചെയ്തില്ല. ആരോരുത്തൻ കയറി പോകുന്നു. ഇനി ഇവനും എന്റെ മോളെ GK കൂട്ടി കൊടുക്കും. ഇത് അവനല്ലേ?
നിക്കടാ അവിടെ. ഇവിടെ നിക്കാൻ. ഇത് കണ്ടില്ലേ? നീ എന്റെ മകളുമായി സുഖശാലം നടത്തുന്ന ഫോട്ടോ കണ്ടില്ലടാ പാട്ടി. എന്താടാ ഒന്നും മിണ്ടാത്ത? കാശുണ്ടെങ്കിൽ എന്ത് തുമ്മടുത്തലും കാണിക്കാവുന്നാണോ? കണ്ടാ നല്ല മാന്യനെ പോലെ നടപ്പ്. കാശെറിഞ്ഞ് പെമ്പിള്ളേരെ വലവീശി നശിപ്പിക്കുന്ന കാമഭ്രാന്തൻ. ഇന്ന് നീ എന്റെ മോളെ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ഹരിചന്ദ്രൻ ചമയുന്ന ഹരീന്ദ്ര, നിനക്കറിയാം എന്റെ തോക്കുണ്ട്. എന്റെ മോടെ ജീവിതം തകർത്ത അതി ബുള്ളറ്റ് കൊണ്ട് നീ സൂക്ഷിച്ചോ. Sorry about that. That's okay. ദാ പൂജ അന്ന് ഡോക്യുമെന്റ്സാ. കമ്പനിയുടെ ഡയറക്ടറായി GK നിയമിച്ചിട്ടുണ്ട്. തൽക്കാലം ചെയർമാന്റെ സൈനിങ് അതോറിറ്റി നിനക്കാ. ചെയർമാന്റെയോ? എനിക്കോ? അതെ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. പഴയതുപോലെ ഒന്നിനും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇനി ഇങ്ങനെ പോയാൽ നമ്മുടെ കമ്പനി ഒരു വട്ടപൂജയാവും. ഷെയർ മാർക്കറ്റൊക്കെ ഇപ്പോഴേ കുഴപ്പത്തിലാ. നൂറുകണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ അത് ബാധിക്കും. മാത്രമല്ല, നിന്റെ ഒരു പഴയ മോഹമായിരുന്നല്ലോ ഡയറക്ടർ ആവാന്നുള്ളത്, അല്ലേടാ? ഇനി കുറെ നാള് ചെയർമാനായിട്ട് തന്നെ ഇരുന്നു. ഗുഡ് ലക്ക്. എന്നിട്ട് നീ എങ്ങോട്ടാ പോണേ? പേടിക്കണ്ട, ഏതായാലും ആത്മഹത്യ ഒന്നും ചെയ്യില്ല. കാരണം മരണത്തെ എനിക്ക് പേടിയാ. ഫ്ലാറ്റിന്റെ താക്കോല. അതെടി, എനിക്ക് ഭ്രാന്താ. ഈ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവസ്ഥയില ഞാനിപ്പോ. എടി, ഈ GK ഇപ്പൊ സ്റ്റാർലൈന്റെ ചെയർമാനാ. ഒന്ന് ചിഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂന്ന് പറയുന്നത് എത്ര സത്യ. സോറിയുടെ ഹരി, ഞാൻ നിന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. എന്നാലല്ലേ എന്റെ കാര്യങ്ങൾ നടക്കൂ. കോടീശ്വരനാകുക എന്നല്ല എന്റെ ലക്ഷ്യം. അതിനേത് മാർഗവും ഞാൻ സ്വീകരിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഡോക്യുമെന്റ്സ് ഇപ്പൊ കിട്ടിയതേ നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എന്റെ ശരങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ടാ. ഹരീന്ദ്രന്റെ കല്യാണം മുടക്കിയത് ഞാനാ. അല്ലെങ്കിൽ ഇന്ദു കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. കല്യാണം നടന്നാൽ എന്റെ ഈ സ്വപ്നം നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ മന്ത്രയുടെ വേഷം കെട്ടിയത്. ഞാൻ ഗോപാലകൃഷ്ണൻ, ഹരീന്ദ്രന്റെ ആത്മസുഹൃത്താ. അറിയാം, പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉടനെ എത്തോ? അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിരിക്കാം, ഉടനെ എത്തും. അവര് വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. എന്നെ കാണാതിരിക്കുന്ന നല്ലത്. അതെന്തേ? ഒരച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. അതും കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ്. രണ്ട് ശരീരമാണെങ്കിലും ഒരു ആത്മാവാണ് എന്റെ ഹരീന്ദ്രന്റെയും. അത്രയും ക്ലോസ് ആയ ഒരു സുഹൃത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇയാളൊരു ചതിക്കുഴി ചെന്ന് ചാടരുതല്ലെന്ന് ഓർത്തിട്ടാ. അവനെപ്പോലൊരു ഫ്ലേട്ടിനെ കല്യാണം കഴിക്കണമെന്ന് കുട്ടി ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. പിന്നെ ഞാൻ എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാ, എന്റെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. പൂജ എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നെന്ന് അറിയാലോ. അവളെ അവൻ വെറുതെ വിട്ടില്ല. ഇന്ദുവിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഹരീന്ദ്രൻ ഒരു പരമശുദ്ധനാണെങ്കിൽ തന്നെ അലക്സ് ഒന്ന് വിളിച്ചാൽ ഇറങ്ങി ചെല്ലാൻ ഇന്ദു തയ്യാറായിരുന്നു അല്ലേ? അതാടി ഈ GK.
അച്ഛാ ഡാഡി എന്ന് വിളി. വേണ്ട വേണ്ട, അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടം. മതി. അച്ഛൻ കേറിക്കോ, ഞാൻ വണ്ടി സുരക്ഷിതമായി പാർക്ക് ചെയ്തിട്ട് വരാം. അതൊക്കെ ഡ്രൈവർ ചെയ്തോളും, നീ വന്നേ. നോ, ഈ നല്ല വണ്ടി കണ്ട ചിലവന്മാർക്കൊന്ന് പോർണമെന്ന് തോന്നി. എന്തടി ചിരിച്ചേ? അല്ല, ഒരു വിപ്ലവകാരി പെട്ടെന്ന് ബൂഷായതോർത്ത് ചിരിച്ചതാ. കേട്ടോ ജോസഫേ, തന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ യവനെ ശത്രുവായി കണ്ട് വെട്ടി നിർത്താനല്ലായിരുന്നു എന്റെ തീരുമാനം. അതുകൊണ്ടാ സർവ്വ അവകാശങ്ങളും കൊടുത്ത് മരുമകനായി ഞാൻ അംഗീകരിച്ചത്. പക്ഷേ ജോസഫേ, തനിക്ക് ഇവനൊന്നും പറ്റിയതല്ല ഈ രാഷ്ട്രീയം. അല്ല, ജോസഫിന് വേറെ പണിയൊന്നും അറിഞ്ഞൂടെ? പിന്നെ പാർട്ടി മൂന്നാറിലേക്ക് വെട്ടി നിർത്താൻ വേണ്ടി 3 പൂച്ചകൾ അയച്ചില്ലേ, അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പോയത് ഞാനാ. പിന്നെ ഞാനിങ്ങ് പോന്നു, പട്ടി പൂച്ചയെ പിടിച്ചോണ്ട് പോയില്ലേ. പിന്നെ JCB കൂടെയുള്ള വിപ്ലവം വരുന്നതെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. അതെ അതെ അതെ, ഇടിച്ചു നിരത്തിയ റിസോർട്ടുകൾക്ക് കോടിക്കണക്കിന് രൂപയാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അത് തന്റെ മന്ത്രി എടുത്തു കൊടുക്കൂ. പിന്നെ ജനങ്ങളടച്ച നികുതി പറ്റിയോ? ഞാനൊന്ന് സ്ലിപ്പായി മോനെ. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വില കുറഞ്ഞ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നേ. സത്യത്തിൽ അച്ഛന്റെ മഹാമനസ്കത ഇന്നാ എനിക്ക് മനസ്സിലായത്. ഇത്രയും വലിയ ഹോട്ടലിലേക്ക് ജോസഫേട്ടനെ വേണേ വിളിച്ചെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അപ്പോഴാണ് ഒരു സോഷ്യലിസ്റ്റിനെ ഞാൻ കണ്ടത്. എന്റെ ജോസഫേട്ട ചുമ്മാതല്ല ഈ ചൈനയൊക്കെ മുതലാളിത്തത്തിലേക്ക് തിരിയുന്നു എന്ന് പറയുന്നത്. മുതലാളിമാരിലും ഉണ്ട് വിപ്ലവകാരികൾ. അതാണ് സത്യം. വെറുതെ ഇത്രയും ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടെ. സാറേ, ഇവനെയാണ് സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കേണ്ടത്. എങ്കിൽ പുള്ളി പുതിയ മാനിഫെസ്റ്റോ എഴുതിയേനെ. എന്താണ്? അല്ല, ഈ AC റൂമും ചിക്കനും സ്കോച്ചും ഒക്കെ ഉണ്ടെങ്കിൽ വിപ്ലവത്തിന് വീര്യം കൂടുമെന്നാ പട്ടിണി പാവങ്ങൾ. How are you, ഹരീന്ദ്രൻ? ഫൈൻ, വെരി ഫൈൻ. യഥാർത്ഥ ഭൂഷേവന ആട്ടിൻ തോലിട്ട ചെന്നായി. വാടി. ആട്ടും തോലിട്ട ചെന്നായി. Yes? We are on the way. Yeah. Go on, sir. Sir. ഇങ്ങോട്ട് വാടാ. ഹരീന്ദ്രൻ എവിടെ പോയെന്ന് നിനക്ക് അറിയില്ല അല്ലേ? അറിയില്ല സാർ. അത് ഹരീന്ദ്രനല്ലേ? അതെ. പിന്നെന്തിനാണ് കള്ളം പറഞ്ഞത്? പോലീസ് വന്നപ്പോ സാൻ അറസ്റ്റ് ചെയ്ത് പേടിച്ചിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. എന്തിനാ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ചീക്കയുടെ റോഡ് തല റോട്ടിൽ കിടക്കുന്നെന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ട് ആ വിവരമൊന്ന് സാറിനോട് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നപ്പോ സാറാണെങ്കിൽ എണീക്കണമില്ല. ഇന്നലെ കിടന്ന് കിടപ്പാണ് സാർ. മിസ്റ്റർ ഹരീന്ദ്രൻ, ഹരീന്ദ്ര വർമ്മ. ഐ എം രാജൻ ജോസഫ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. എഴുന്നേക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. മിസ്റ്റർ ഹരീന്ദ്ര വർമ്മ, ഞാൻ ഇന്നലെയാണ് ഇവിടെ ചാർജ് എടുത്തത്. വന്നപ്പോ തന്നെ കിട്ടിയതൊരു ഫയർ ബ്രാൻഡ് കേസ്. എന്ത് കേസ്? എന്നെ കൊണ്ട് തന്നെ പറയിക്കണമെങ്കിൽ ഞാൻ പറയാം. അതിനു മുമ്പൊന്ന് ചോദിക്കട്ടെ, ഈ GKയുടെ തലയും കുറെ ശരീരഭാഗങ്ങളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? GKയുടെ?
ജി കെക്ക് എന്ത് പറ്റി? ജി കെ മൃഗീയമായി കൊലപ്പെടുത്തി. ഹരീന്ദ്രൻ, നിങ്ങൾ വലിയ ബുദ്ധിരാക്ഷസനാ. അത് പഠിക്കുമ്പോഴേ എനിക്കറിയാം. എന്നെ ഓർക്കുന്നുണ്ടോ ഹരി? നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. രാജൻ, കോഴി രാജൻ എന്ന് നിങ്ങൾ കളിയാക്കി വിളിച്ചിരുന്ന രാജൻ. യെസ്, രാജൻ ജോസഫ്. രാജൻ എന്താ പറഞ്ഞത്? ജി കെ കൊന്നെന്നോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പഠിക്കുന്ന സമയത്ത് ഫോറിൻ കാറിൽ വന്നിറങ്ങിയിരുന്ന സ്കൂളിലെ ഏറ്റവും ബഹുമാന്യായ വിദ്യാർത്ഥിക്ക് അന്ന് എന്നോടൊക്കെ പുച്ഛമായിരുന്നു. പക്ഷെ അന്നേ താൻ ഒരു മിടുമിടുക്കനായിരുന്നു. ആ മിടുക്ക് ക്രിമിനൽ ലൈനിലോട്ട് മാറിയതാ കുഴപ്പം. പറ, തന്റെ ആത്മസുഹൃത്ത് ജി കെ കൊന്ന് പീസ് പീസാക്കി അരിഞ്ഞ് ബാഗിലാക്കാൻ മാത്രം എന്തു വൈരാഗ്യായിരുന്നു അയാളോട്? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു, അതിന് തെളിവുണ്ട്. ഇല്ല, ഒരു തെളിവും ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ജി കെ ഞാൻ കൊന്നിട്ടില്ല. ജി കെ എന്നല്ല ഒരു ജീവിയെ കൊല്ലാൻ എനിക്കാവില്ല. നിരന്തരം കൊല നടത്തുന്ന ക്രിമിനൽസ് പോലും ഇങ്ങനെ തന്നെയാണ് മിസ്റ്റർ ഹരീന്ദ്രൻ പറയുന്നത്. ഇതിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതായിരിക്കാം. പക്ഷെ പോലീസ് അടുത്ത മുറ പ്രയോഗിക്കുന്നതിന് മുമ്പ് അതങ്ങ് തുറന്നു പറയുന്നതല്ലേ ഹരീന്ദ്രൻ നല്ലത്? നിങ്ങൾ ഒരുമിച്ച് ശയിച്ച ആ രാത്രിക്ക് ശേഷം ജി കെയുടെ കാമുകി പൂജയുമായി ആ ബന്ധം നിങ്ങൾ തുടർന്നിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ ഹരീന്ദ്രൻ നിഷേധിക്കാൻ പറ്റും? അസംബന്ധം പറയരുത്. ഞാൻ അത്രക്കാരനല്ല. ജി കെ എന്റെ സഹോദരനെ പോലെയാണ്. നഴ്സറി സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ് ഞങ്ങൾ. പണത്തിന്റെ കാര്യത്തിലോ ജീവിത സൗകര്യത്തിന്റെ കാര്യത്തിലോ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. വിധി എന്റെ ജീവിതം തകർത്തു. ഏറ്റവും വലിയ അഭിമാനിയായി ജീവിച്ചിരുന്ന എന്റെ മുന്നിൽ നിന്നും താലി തട്ടിത്തെറിപ്പിച്ച് ഇന്ദു എന്ന പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മദ്യത്തിന് അടിമപ്പെട്ടു പോയി ഞാൻ. അപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വരുന്ന എന്റെ കമ്പനി ഞാൻ ഏൽപ്പിച്ചത് ജി കെ ആണ്. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത്രയും ആത്മാർത്ഥതയുള്ളവർ നമ്മോട് വിശ്വാസവഞ്ചന കാണിക്കുമ്പോഴാണ് വികാരാവേശത്താൽ പലപ്പോഴും ഇതുപോലുള്ള അരുങ്കൊലകൾ നടക്കാറുള്ളത്. കമ്പനിയുടെ ചെയർമാൻഷിപ്പ് താൽക്കാലികമായിട്ടാണ് നിങ്ങൾ ജി കെക്ക് കൊടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ കമ്പനി അക്കൗണ്ട്സ് മുഴുവൻ നിങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു. അതൊന്നും ജി കെക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പക്ഷേ കോടാനുകോടി രൂപയുടെ കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം നിങ്ങൾ ജി കെക്ക് എഴുതി കൊടുത്തു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ജി കെയോട്, അല്ലേ? ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്റെ കമ്പനി വളരാന്നുള്ളത് ജി കെയുടെയും കൂടെ സ്വപ്നമായിരുന്നു. അതിലെനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വിവാദങ്ങളായ ഒട്ടനവധി സാമൂഹ്യ പ്രശ്നങ്ങളിൽ മലയാളികളുടെ മനസ്സിളക്കിയ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ സ്റ്റാർലൈൻ ചീഫ് എക്സിക്യൂട്ടീവായിരുന്ന ജി കെ എന്ന ഗോപാലകൃഷ്ണന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് സംവാദം. ഈ ചർച്ചയിൽ ട്രൂത്തിന്റെ പത്രാധിപർ ശ്രീ രാജേന്ദ്രൻ വഴയിലെയും ജി കെയുടെ പ്രതിശ്രുത വധുവായിരുന്ന പൂജയുടെ പിതാവ് ഗൾഫ് വാസുദേവനും കൂടാതെ സ്റ്റാർലൈന്റെ മാർക്കറ്റിംഗ് മാനേജർ ശ്രീ പി ടി ജെയിംസും പങ്കെടുക്കുന്നു. ആദ്യമായി ശ്രീ രാജേന്ദ്രൻ വഴയില, എന്ത് അടിസ്ഥാനത്തിലാണ് ജി കെയെ കൊലപ്പെടുത്തിയത് ഹരീന്ദ്രനാണെന്ന് താങ്കൾ ആരോപിക്കുന്നത്? ഈ ഹരീന്ദ്രൻ അടിസ്ഥാനപരമായി ഒരു വുമണൈസർ ആണെന്നാണ് ട്രൂത്തിന്റെ കണ്ടെത്തൽ. പക്ഷെ വെളിയിൽ അയാൾ മാന്യനുമാണ്. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണന്റെ കാമുകി പൂജ കാമുകൻ അറിയാതെ കോടീശ്വരനായ ഹരീന്ദ്രനുമായി കിടപ്പറ പങ്കിട്ടു എന്നതാണ് ട്രൂത്തിന്റെ കണ്ടെത്തൽ. തമ്മാടി തരവാണ് ഇയാളി പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുക ഇവനെ ടി വി മുറിയിലിട്ട് ഞാൻ തല്ലിക്കൊല്ലും. ഇവനെ പോലുള്ള പത്രക്കാരും ടി വിക്കാരും കെട്ടിച്ചമയ്ക്കുന്ന കള്ള കഥകൾ നിങ്ങളൊക്കെ കണ്ടാലും വിശ്വസിക്കരുത്. ഇവരൊക്കെ കൂടി എത്ര നിഷ്കളങ്കര് നമ്മുടെ രാജ്യത്ത് കുരുതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ചാരക്കേസ് എന്ന് പറഞ്ഞ ISROയിലെ നമ്മുടെ അഭിമാനങ്ങളായ ശാസ്ത്രജ്ഞന്മാരെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിച്ചില്ലേ ഈ മാധ്യമ പ്രതിഭകൾ? ഇവർക്ക് വാർത്ത കിട്ടിയാൽ മതി, അതിന്റെ സത്യം അറിയണമെന്നില്ല. വിവാദ വാർത്തയെന്നും പറഞ്ഞ് യവന്മാര് അവിടുന്ന് ഇവിടുന്ന് കാശ് വാരും. പക്ഷെ തകരുന്നത് പാവപ്പെട്ട കുടുംബങ്ങളാണ്. ഇനി എന്റെ മോളെ പറ്റി പറഞ്ഞാൽ തന്റെ പല്ലി അടിച്ചേർപ്പിക്കും. നമുക്കിനി ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ശ്രീ വാസുദേവൻ, താങ്കളുടെ മകളും ഹരീന്ദ്രനുമായുള്ള ഒരു ഫോട്ടോ ട്രൂത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയുന്നത്? അതിപ്പോ ഗോപാലകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് മോള് ആളുമാല് ഹരീന്ദ്രനുമായി ശയിച്ചു എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം. പക്ഷെ ട്രൂത്ത് സത്യം മാത്രമേ പറയൂ. ട്രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം കള്ളമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുടുംബ സദസ്സുകൾ കാണുന്ന TV കയറിയിരുന്ന് എന്ത് വൃത്തികേടുകളും പറയാമെന്നാണ് ചിലരുടെ വിചാരം. ഇയാളെ പോലെയുള്ള വിവരദോഷികളെയാണല്ലോ നിങ്ങൾ ഇവിടെ സ്ഥിരം വിളിച്ചേറ്റി പ്രസംഗിപ്പിക്കുന്നത്. ഞാൻ വിവരദോഷി ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഇദ്ദേഹം ചോദിച്ചതിന് ഉത്തരം പറയൂ. അത് പറയാൻ എനിക്ക് മനസ്സില്ല. ജി കെയോടൊപ്പം വർക്ക് ചെയ്യുന്ന ശ്രീ ജെയിംസ്, താങ്കൾ സ്റ്റാർലൈനിന്റെ മാർക്കറ്റിംഗ് മാനേജർ കൂടിയാണ്. താങ്കളെ സ്റ്റാർലൈനിൽ നിന്ന് പുറത്താക്കാൻ ജി കെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ജി കെ ചെയർമാനായി മാറിയ സമയത്തുള്ള ഈ കൊലപാതകത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഈ അരുങ്കൊല ആര് തന്നെ ചെയ്താലും തക്ക ശിക്ഷ ലഭിക്കേണ്ടതാണ്.
പിന്നെ ഞാനും ജി കെയും തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. താങ്കളും ജി കെയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് സത്യമല്ലേ? ഇല്ല, വാക്കേറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താണ് മിസ്റ്റർ ജെയിംസിന് പറയാനുള്ളത്? ഒന്നുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സാറേ ഞാൻ. എന്നെ പീഡിപ്പിച്ച് പെടുപ്പിക്കുന്നത് സാറുമാർക്കൊരു സുഖമാണല്ലേ? താൻ ഉരുട്ടലെന്ന് കേട്ടിട്ടുണ്ടോ? ഉരുട്ടലല്ല, ഉരുട്ടിക്കൊല. ആ, അതാ അടുത്തത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞോ, താനും കൂടി ചേർന്നല്ലേ ജി കെ കൊന്നത്? ഒരാളെ കൊല്ലാനുള്ള ആംബിയറൊന്നും എനിക്കില്ല സാറേ. പിന്നെന്താ ഇന്നലത്തെ ടി വി പ്രോഗ്രാമിൽ താങ്കൾ ഉരുണ്ട് കളിച്ചത്? അത് പിന്നെ ജി കെ സാറിനെ കൊല്ലണോന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യ. അയാള് കമ്പ്യൂട്ടർ ചെയർമാൻ കൂടിയായപ്പോ എന്റെ ജോലി തെറിക്കുന്ന ഉറപ്പായി. ജി കെക്ക് ഇത്ര ദേഷ്യം തന്നോട് വരാൻ കാര്യം എന്താ? ഈ ലോകഘട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പഞ്ചാരാണ് സാറേ അങ്ങേരി. ഒരൊറ്റ പെണ്ണിനെ വെറുതെ വിടില്ല. ഞാനത് വിളിച്ചു പറയും, അതിന്റെ ദേഷ്യ. കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ആ പൂജ എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ട് നടക്കായിരുന്നു. കാര്യം കാണാൻ വേണ്ടി അവളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി അങ്ങേർക്ക് ഉണ്ടായിരുന്നു സാറേ. മിസ്റ്റർ ഹരീന്ദ്രൻ, അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വെറും 50 ലക്ഷം രൂപയിൽ നിന്നും 100 കണക്കിന് കോടിയുടെ ആസ്തികൾ ഉണ്ടാക്കിയ സ്റ്റാർലൈന്റെ ചെയർമാൻ അത്ര മണ്ടനാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവൂ? കേട്ടിട്ടില്ലേ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. ക്യാഷ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ പെണ്ണ് നിങ്ങളുടെ ഒരു ബലഹീനതയായിരുന്നു. ആസ്വദിക്കും തോറും കൈവിടാൻ പറ്റാത്ത വിധം പൂജയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. അത് സാധിച്ചെടുക്കാൻ നിങ്ങൾ നടത്തിയ നാടകം ഒരു ദുരന്തത്തെ കലാശിച്ചു. അതല്ലേ ഹരീന്ദ്രൻ സത്യം? നോ, യു ആർ ജസ്റ്റ് കുക്കിംഗ് അപ്പ് സ്റ്റോറീസ്. ഓക്കെ, കൂൾ ഡൗൺ. ഒന്ന് ചോദിക്കട്ടെ, ഈ ജി കെ കൊല്ലപ്പെട്ട രാത്രിയിൽ അയാളെ കൊന്നുകളയുമെന്ന് നിങ്ങൾ വെല്ലുവിളി നടത്തിയിരുന്നു? ഇല്ല, ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല. ലുക്ക്, നിന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? പറയണ തെണ്ടി, എവിടെ നിന്നാണ് ഫോട്ടോ കിട്ടിയത്? കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു പത്രാധിപരെ ഞാൻ കൈവറ, ഇല്ലെങ്കിൽ കഥ ഞാൻ കഴിക്കും. പറയണ ദ്രോഹി, എവിടെ നിന്നാണ് ഫോട്ടോ കിട്ടിയത്? കേസരി ബാലകൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കേസരി രാജേന്ദ്രൻ. എന്നെ കൊണ്ട് നീ പറയിപ്പിക്കും. പറയിപ്പിക്കൂടാ. ഇനി എന്നെ തല്ലിയ നീ എന്ത് ചെയ്യൂടാ? ഞാൻ സത്യം പറഞ്ഞു പോവും. എങ്കിൽ പറയടാ. അത് പിന്നെ ഫോട്ടോയും അത് പ്രസിദ്ധീകരിക്കാൻ കാശും കൂടി ഒരാൾ തന്നാ പിന്നെ ഞാനെന്താ ചെയ്യാ? ആര്? ജി കെ സാറ്. അവൻ തന്നെ പെണ്ണ് കൂട്ടി തരികയും ചെയ്യും, അവൻ തന്നെ ഒറ്റയും ചെയ്യും. അതിന് ഞാനെന്താ തല്ലുകൊള്ളണേ? കൊല്ലും ഞാൻ അവനെ. എല്ലാ കില്ലേഴ്സും ഇങ്ങനെയാ. ആദ്യം പറയും ചെയ്തിട്ടേ ഇല്ല, പിന്നെ പറയും കുറച്ചെന്തോ ചെയ്തു, പിന്നെ തത്ത പറയുന്ന പോലെ സത്യം തുറന്ന് പറയും. മിസ്റ്റർ ഹരീന്ദ്രൻ ഇപ്പൊ ജി കെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നവർ സമ്മതിച്ചു. ഇനി പറയൂ, നിങ്ങളാണ് അയാളെ കൊന്നതെന്ന് ഞങ്ങൾക്കറിയാം. ബാക്കി ശരീരഭാഗങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് സമ്മതിപ്പിച്ച് എന്നെ ജയിലിൽ അടയ്ക്കാനാണെങ്കിൽ ആയിക്കോളൂ. അല്ലെങ്കിൽ പഠിക്കുന്ന കാലം തൊട്ട് താൻ എന്നെ ഒരു ശത്രുവായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു കാശുകാരനായ അച്ഛന്റെ മകനായി ജനിച്ചു പോയി എന്നല്ലാതെ ഒരു തെറ്റ് ഞാൻ ഈ പ്രായത്തിനിടെ ചെയ്തിട്ടില്ല. താങ്കളെ പോലെ ഇത്രയും വലിയ മനുഷ്യൻ ഇത്ര സില്ലിയായിട്ട് സംസാരിക്കാതെ. മിസ്റ്റർ ഹരീന്ദ്രൻ, നിങ്ങളുടെ വേഷം കെട്ടി നീ എന്റെ അടുത്ത് വേണ്ട. ജി കെ എന്ന ഗോപാലകൃഷ്ണന്റെ തല സൂക്ഷിച്ചിരുന്ന ബാഗ് ആരുടേതാണെന്ന് അറിയാമോ? അത് ഹരീന്ദ്രന്റെ ബാഗാണ്. എന്റെ ബാഗോ? എന്താ നോക്കി നിൽക്കുന്നേ? ഇവിടെ വാ, ഇരിക്ക്. യു ആർ എ വെരി ലക്കി ഗേൾ. എന്റെ ജി കെ കിട്ടാൻ പോകുന്ന പൂജ ഒരു ഭാഗ്യവതിയാണ്. അവൻ ഒരു പാവാണ്. എല്ലാം അവനൊരു തമാശ. അവനെ നോക്കിക്കോണം കേട്ടോ. He's my best friend. He's my best friend. He's my best friend. ഇതാണ് സത്യം. അല്ലാതെ നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളൊന്നും അവിടെ നടന്നില്ല. ഓക്കെ പൂജ, പൂജയുടെ അഭിപ്രായത്തിൽ മിസ്റ്റർ ഹരീന്ദ്രൻ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയാണ്. ആട്ടെ, കൊല്ലപ്പെട്ട നിങ്ങളുടെ കാമുകൻ ജി കെയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഈ തലമുറ കണ്ട ഏറ്റവും വ്യത്യസ്തനായ കാമുകനാണ് അദ്ദേഹം എന്ന് കേൾക്കുന്നു. സ്വന്തം കാര്യസാധ്യത്തിനായി പൂജയെ പലരുടെ മുമ്പിലും ജി കെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ പറ്റുമോ? എന്നെ അതിനൊന്നും കിട്ടില്ല. ആര് ശ്രമിച്ചാലും ഞാൻ ഇങ്ങനെ വഴങ്ങില്ല. അതെ, ജി കെ നിർബന്ധിച്ചപ്പോഴൊക്കെ പൂജ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പക്ഷേ
GK മനസ്സും ശരീരവും കൊടുത്തു കഴിഞ്ഞ പൂജയ്ക്ക് GK കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവനിൽ നിന്ന് വിട്ടു പോരാനും കഴിഞ്ഞില്ല. ഒപ്പം ഹരീന്ദ്രനോടുള്ള ആരാധന പൂജയ്ക്ക് കൂടി കൂടി വന്നു. അയാൾ ഏറ്റവും നല്ല വ്യക്തി എന്നായിരുന്നു പൂജയുടെ ധാരണ. മാത്രമല്ല വലിയ പണക്കാരനും. ഒരു ദുർബല നിമിഷത്തിൽ GKയുടെ ചതി തിരിച്ചറിഞ്ഞ ഹരീന്ദ്രൻ അയാളെ കൊല ചെയ്താൽ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഏത് പെണ്ണും ഹരീന്ദ്രന്റെ കൂടെ നിൽക്കൂ. ഇതൊക്കെ നിങ്ങളുടെ കഥയാണ്. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഓക്കെ, ഇതിനെപ്പറ്റി ഒരറിവും പൂജയ്ക്കില്ലെങ്കിൽ പൊയ്ക്കോളൂ. പൂജ 1 മിനിറ്റ്. ആ നിൽക്കുന്ന ആളെ അറിയോ? ഇത് തമ്മനം സോമൻ, കൊലപാതകം കൊട്ടേഷൻ എടുക്കുന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ. ഒരു കൊലപാതകം ഉണ്ടായാൽ ഞങ്ങൾ പോലീസുകാർ ആദ്യം ഈ ഗ്രൂപ്പിനെ വാച്ച് ചെയ്യുക. GK മരിച്ച രാത്രിയിലും ഇവരുടെ നീക്കങ്ങളെ പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോഴേ ചില ചെറിയ സംശയങ്ങൾ എനിക്ക് തോന്നി. അതൊന്ന് തീർത്തു കളയാം. ഈ സെൽഫോൺ പൂജയുടേതല്ലേ? ഇത് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ദാ ഈ കോട്ട്, ഇത് ഇവന്റെ വണ്ടിക്കകത്ത് നിന്ന് കിട്ടിയതാ. ഇത് പൂജയുടെ കോട്ടല്ലേ? ഹരീന്ദ്രന്റെ കാശിൽ മയങ്ങിയ പണക്കുതി മൂത്തൊരു അഭിസാരികയാണ് പൂജ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരിയാകാൻ പറ്റുമോ? സ്വന്തം കാമുകനെ കൊന്ന് തുണ്ടം തുണ്ടമായി വെട്ടിയേരിയുന്നതിന് കൂട്ടുനിൽക്കാൻ മനുഷ്യ മനസ്സുള്ള സ്ത്രീക്ക് സാധിക്കുമോ? GK കൊല്ലാൻ ഹരീന്ദ്രൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് പൂജയല്ലേ? ഇനിയെങ്കിലും സത്യം പറ. ഇതൊന്നും അല്ല സത്യം. ഞാൻ പറയാം. എനിക്കിനി ഒന്നും മറക്കാനില്ല. ഹരീന്ദ്രന്റെ വിവാഹം മുടക്കിയതും അയാളെ ചതിച്ചതും എന്റെ GK ആണെന്ന കാര്യം അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ GK വീണ്ടും വീണ്ടും ചതിക്കുഴികൾ ഒരുക്കുകയായിരുന്നു. ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ അല്ലടോ? അത് പിന്നെ എനിക്കറിയില്ല. പേപ്പേഴ്സ് എല്ലാം ഓക്കെ. ഇനി GKക്ക് സ്റ്റാർലൈൻ്റെ മുഴുവൻ ഷെയർസ് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. അല്ല, ഹരീന്ദ്രൻ തന്ന് പവർ ഓഫ് അറ്റോർണി ആണെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ സ്റ്റാർലൈൻ്റെ മുഴുവൻ ആസ്തികളും GKയുടെ പേരിൽ തന്നെ തന്നിരിക്കുകയാണല്ലോ. അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ സാറേ? അടിച്ച് കോൺതെറ്റി നടക്കുന്ന അയാളെ കൊണ്ട് എന്ത് പേപ്പർ വേണമെങ്കിലും GKക്ക് ഒപ്പിടിക്കാൻ പറ്റും, ഇല്ലേടോ? ഇത് GK കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. ഇട്ടിവിട്ട് സാധനല്ലേ കയ്യിരിക്കുന്നത്. അവളുടെ സപ്പോർട്ട് ഉണ്ടാവും. അല്ലാതെ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. 25% ഷെയർസ് സ്റ്റാർലൈനിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ബാക്കി 75% ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. എത്ര കോടിക്ക് ഉറപ്പിക്കാൻ പറ്റും? ഈ കോടികളൊക്കെ താൻ എവിടെ കൊണ്ടുപോയി വെക്കോടൂ? അനിൽ അംബാനി മുകേഷ് ഒക്കെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയവരാ. ഇത് കണ്ണടച്ചു തുറങ്ങണതിന് മുമ്പ് ബിൽഗേറ്റ്സ് ആവുമ്പോല്ലേ നമ്മുടെ ഈ കൊച്ചു പയ്യൻ GK. നല്ലല്ലേ? ഈ കള്ളക്കളിക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കാം. സ്റ്റാർലൈൻ്റെ ഡീൽ ആയതുകൊണ്ട് ബാർഗൈനിങ്ങും വേണ്ട. പക്ഷേ തന്റെ ആ പൂജ ഒന്ന് പരിചയപ്പെടുത്തി തരണം. കേട്ടിടത്തോളം നല്ല ഉരുപ്പടിയാണെന്നാ പറയുന്നത്. എങ്ങനെ ഇപ്പൊ വിളിച്ചാ വരുമോ? വിളിക്കാതെ വേണേലും വരും. ഇതാണോ പൂജ? എന്താ തനിക്ക് ഉരുപ്പടി നോട്ടമുണ്ടോ? GK ഒന്നിങ്ങി വന്നേ. എക്സ്ക്യൂസ് മീ. പോയിട്ട് വാ. അവന്മാരെന്നെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് താൻ എന്താ ഒന്നും മിണ്ടാതിരുന്നേ? എന്റെ മോളെ, കോടികൾ കിട്ടുന്ന ബിസിനസ് ഡീലാണ് നടക്കാൻ പോകുന്നത്. ചില കമന്റ്സ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നമുക്ക് എന്ത് നഷ്ടം വരാനാടി? തനിക്കിതൊന്നും പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മാനമാ പോകുന്നത്. മാത്രമല്ല GK, ഹരീന്ദ്രൻ തന്റെ ക്ലോസ് ഫ്രണ്ടാ. അയാളെ ചതിച്ചിട്ട് ആ ഫ്രോഡുകളായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ഹെടി മണ്ടി, നമുക്ക് ആരുമായിട്ടും കൂട്ടൊന്നുമില്ല. നമുക്ക് കൂട്ടുതേ ഇതുമായിട്ട് മാത്ര. നിനക്കും കാശ് വേണ്ടേ? ഇത്രയും കാശ് എനിക്ക് വേണ്ട. ഞാനിത് ഹരീന്ദ്രനോട് പറയും. ഞാൻ ഹരീന്ദ്രനോട് പറഞ്ഞാൽ തകരുന്നത് GKയുടെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. നീ ഹരീന്ദ്രനെ വിളിച്ചു പറഞ്ഞു അല്ലേ? ഇല്ല, വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നീ ഇത്രയും വലിയ ചതി ചെയ്യരുത്. നമുക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഗതി കിട്ടില്ല. ഞാൻ ചതിച്ചാ നീ എന്ത് ചെയ്യും? ഇല്ല, നിന്നെ കൊണ്ട് അത് ഞാൻ ചെയ്യിക്കില്ല. അന്ന് പ്രോഗ്രാം തീരാൻ കുറേ ലേറ്റായി. അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തത് കാരണം റോഡരികിൽ കണ്ട ഒരു കടയുടെ മുന്നിൽ ഞാൻ എൻ്റെ സ്കൂട്ടി നിർത്തി.
എന്തിനാണ് നീ പരാതി പറയുന്നത്? നിന്റെ ജീവൻ. അതിനു മുമ്പ് നിന്നെ കൊണ്ട് വേറെ ചില ആവശ്യമുണ്ടടി. എന്റെ നിലവിളിയൊന്നും ആഞ്ഞടിച്ച കാറ്റിലും മഴയിലും ആരും കേട്ടില്ല. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ സംഭവിച്ചത്. അന്ന് അവരെന്നോട് കാണിച്ച ക്രൂരത ഇനി ഒരു പെണ്ണിനും ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അർത്ഥബോധാവസ്ഥയിലായിരുന്ന ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്റെ മാനവും ശരീരവും മാത്രമല്ല, ജീവൻ തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. വേണ്ട, എനിക്ക് അവളെ ഒരു പ്രാവശ്യം കൂടി വേണം. എന്നിട്ട് വന്നാ മതി. നീ അവിടെ ഇറങ്ങി. ശരി, നടക്കട്ടെ. എന്തോട് ശബ്ദം കേട്ടല്ലോ? അവള് പാലത്തിൽ നിന്ന് വീണതായിരിക്കും. ഏയ് വീണതല്ല, ചാടിയതായിരിക്കും. എന്തായാലും ഒന്നുകൂടെ ഇവിടെ ഒക്കെ നോക്കാം. വേണ്ട വെച്ച് അത് അവള് തന്നെ. ഹലോ, ജി കെ സാറല്ലേ? ഇത് സോമന. ജി കെ സാറേ, ഇത് സോമനാണെന്ന്. അവള് വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് താഴത്തോടി ആടി. ഓ, കൂടെ ചാടാ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരുന്നേനാ. എന്റെ പൊന്ന് സാറേ, ഇവിടെ ഭയങ്കര അടിയൊഴുക്ക. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ കടലിലെത്തും. സാറ് അവളെ കുറിച്ച് പേടിക്കണമെന്നേ. പിന്നെ ബാക്കി കാശ് ഞാൻ ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ എന്റെ പൊന്ന് ജി കെ സാറെ പേടിക്കണമെന്ന്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഓക്കെ, നമ്മുടെ പണി പറഞ്ഞു. ആ രാത്രിയിൽ തന്നെ ജി കെയെ കാണണമെന്ന് എനിക്ക് തോന്നി. ജി കെയുടെ വീട്ടിലെത്തിയ ഞാൻ അയാളോടൊപ്പം ഡോറ് തുറന്നിറങ്ങിയ അലക്സാണ്ടറുടെ കണ്ണിൽപ്പെടാതെ അതേതായാലും നന്നായി ജി കെ. വണ്ടിയുടെ പിറകിൽ ഒളിച്ചു. അപ്പോ മേനോജറിന്റെ മകളുമായുള്ള കല്യാണം ഉടനെ ഉണ്ടാവൂലേ? അടുത്ത ആഴ്ച തന്നെ നടത്തണമെന്നാ മേനോൻ സാറ് പറയണം. സ്റ്റാർലൈൻ മുഴുവൻ ജി കെയുടെ ആണെന്ന് അറിഞ്ഞാ പിന്നെ മേനോൻ വിടുവോ? അല്ലേലും നിനക്ക് മേച്ച് മേനോന്റെ മോള് തന്നെ. നല്ല സുന്ദരി കുട്ടിയാ മഞ്ജു. അല്ല, അപ്പൊ ഈ വാണാലി പെണ്ണ് പൂജയെ നീ എങ്ങനെ ഒഴിവാക്കും? നീ എന്തായി ആലോചിക്കുന്നത്? എങ്ങനെയെങ്കിലും ഒഴിവാക്കിയല്ലേ പറ്റത്തുള്ളൂ. ലോകം മുഴുവനും നിരങ്ങി നടന്ന തേവിടിച്ച അവളിപ്പോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കാ. അപ്പൊ രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുപറ്റി പൂജ? പറയാം, വാ അകത്തേക്കോ. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറെ പേരെന്നെ ആക്രമിച്ചു. ആക്രമിച്ചെന്നോ? എവിടെ വെച്ച്? സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് വെച്ച്. ഞാൻ ജി കെ വിളിച്ചിരുന്നല്ലോ, താനെന്താ ഫോൺ എടുത്തിട്ടൊന്നും മിണ്ടാതിരുന്നത്? ഭയങ്കര മഴയായതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. എന്ത് പറ്റിയിട്ടാ മുഖത്തൊക്കെ? അവരെന്തിനെ ഉപദ്രവിച്ചോ? അവരെന്തൊക്കെ ചെയ്തെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ. ആട്ടെ, മേനോൻ സാറിന്റെ മകൾ മഞ്ജു നല്ല സുന്ദരിയാണോ? എന്തായാലും എന്നെപ്പോലെ ലോകം മുഴുവൻ നിറങ്ങിയ
ഒരു തേവിടിച്ചായിരിക്കില്ല. എന്താ മോളെ ഇതൊക്കെ? നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയും? എന്നെക്കുറിച്ച് നീ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ? നീയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ കൊന്നു ഞാൻ അവനെ. തുണ്ടമായി വെട്ടിക്കൊന്നു. അവനിനി ജീവിക്കണ്ട. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എന്റെ ജീക്ക്. കൊന്നു കഴിഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. രക്ഷപ്പെടണമെന്ന് തോന്നി. ശരീരഭാഗങ്ങൾ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹരീന്ദ്രന്റെ വീട്ടിൽ കണ്ട വലിയ ബാഗുകൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പൂജ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഹരീന്ദ്രൻ ഈ കൊലയിൽ പങ്കുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് എന്റെ പക്കലുണ്ട്. എന്ത് തെളിവ്? GKയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഹരീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ ഹരീന്ദ്രൻ അവിടെ വരുന്നത് കണ്ടവരുണ്ട്. ഇല്ലെന്ന് പൂജയ്ക്ക് പറയാമോ? ഇറങ്ങി വേണം, ഇറങ്ങി വരാൻ. എടാ തുറക്കടാ. നീ തുറക്കില്ലടാ. സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചിട്ട് എടാ തുറക്കടാ. എനിക്ക് കമ്പനി വേണ്ട, ഒന്നും വേണ്ട. എന്നാലും നീ എന്നെ ചതിച്ചില്ലടാ. നീ എന്നെ ചതിച്ചടാ, ചതിച്ചു. നാളെ നിന്നെ ഞാൻ കാണും. അപ്പൊ നീ കരയരുത്. ഇപ്പൊ ഞാൻ പോന്നു. എന്നെ ചതിച്ചതിന് നീ അനുഭവിക്കൂടാ. എന്താടാ നോക്കിയിരിക്കുന്നു? ഓടാ. ഹരീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോ ശ്മശാനത്തിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് GKയുടെ ബോഡിയുമായി ഞാൻ പോയി. അന്ന് ആ പെരുമഴയത്ത് ആ ബാഗ് താഴെ പോയത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ പിടികൂടാൻ കഴിയുമായിരുന്നില്ല. ആരെയും ഞെട്ടിപ്പിക്കുന്ന വഞ്ചനയുടെയും അതിന്റെ പ്രതികാരത്തിന്റെയും കഥ. പക്ഷെ ഇവൾ ഈ പറയുന്ന കഥ മുഴുവൻ വിശ്വസിക്കാൻ എനിക്കാവില്ല. ചിലപ്പോൾ ഹരീന്ദ്രന് വേണ്ടി പൂജ നടത്തിയ കൊലയായിരിക്കാം. അല്ലെങ്കിൽ ഹരീന്ദ്രൻ തന്നെ ആയിരിക്കാം GKയെ കൊന്നത്. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ എൻ്റെ അറസ്റ്റും വിചാരണയും ഒരു ഉത്സവം പോലെയായിരുന്നു. പൂജ കുറ്റം സമ്മതിച്ചിട്ടും പോലീസും പൊതുജനങ്ങളും എന്നെ വെറുതെ വിട്ടില്ല. കെട്ടിച്ചമച്ച വാർത്തകളും അഭ്യൂഹങ്ങളും കൊണ്ട് നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. എൻ്റെ എല്ലാമായിരുന്ന സ്റ്റാർലൈൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സ് പൊതുജനങ്ങൾ എറിഞ്ഞു തകർത്തു. ഞാൻ വിയർപ്പും രക്തവും ചിന്തി പടുത്തുയർത്തിയ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു. മുജ്ജന്മ സുഹൃതം കൊണ്ടാവാം പോലീസ് എത്ര ശ്രമിച്ചിട്ടും വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ മൃഗീയമായൊരു കൊല നടത്തിയതിനു ശേഷം പൂജ എന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിൽ അത് കെട്ടിവെച്ച് രക്ഷപ്പെട്ട വഞ്ചകനെന്ന് മാധ്യമങ്ങൾ എന്നെ മുദ്രകുത്തി.
നശിപ്പിക്കുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നു. കുറ്റവാളിയായ ഒരു ബൂർഷയെ തകർക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് ഹരീന്ദ്രവർമ്മ. വിമാനത്തിന്റെ സീറ്റിന്റെ ഇടയിലൂടെ ഒരു സ്ത്രീയെ ഒന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ അത് സ്ത്രീ പീഡനമെന്ന് ആരോപിച്ച പാവപ്പെട്ട ശുദ്ധന്മാരായ നിഷ്കളങ്കന്മാരായ മന്ത്രിമാരെ പോലും രാജിവെപ്പിച്ച പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് സ്ത്രീ പീഡനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് നിരന്തരമായി പീഡന ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരീന്ദ്രവർമ്മയെ എന്തേ നിയമം കാണുന്നില്ല എന്നതിലാണ് എനിക്ക് അത്ഭുതം. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ പൂജയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോഴും 100 പ്രാവശ്യം തൂക്കിലേറ്റേണ്ടത് ഹരീന്ദ്രനെയാണെന്നായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും വാർത്താ മാധ്യമങ്ങളും ഒരുപോലെ ഏറ്റുപറഞ്ഞത്. പൂജ എന്ന 21-കാരിയെ തൂക്കാൻ വിധിച്ചിരിക്കുന്ന ഈ കോടതി വിധി അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി വധക്കേസിൽ നളിനി എന്ന സ്ത്രീയെ കോടതി തൂക്കാൻ വിധിച്ചിരുന്നു. അവരുടെ അപ്പീൽ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ഏതായാലും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പൂജ എന്ന പെൺകുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ഹരീന്ദ്രൻ എന്ന കോടീശ്വരൻ തന്ത്രപരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നീതിപീഠവും നിയമങ്ങളും പരാജയപ്പെടുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോ ജനം നിയമം കയ്യിലെടുത്തിരിക്കും. ചായ നോക്കേ. ഹലോ, തനിക്കിപ്പോ തൃപ്തിയായില്ലേ? ആ പെണ്ണിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് താനാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അവക്കിപ്പോ തൂക്കേറി മേടിച്ചു കൊടുത്തിട്ട് താനിരുന്ന് സന്തോഷിക്കുകയാണല്ലേ? എടോ, തനിക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം തരും, കേട്ടോ? എന്റെ ഹരി, ഇതിനൊക്കെ മഹാപാപം. നീ എന്താണ് ചെയ്തത്? എത്ര നാളായി ഈ ദ്രോഹികൾ നിന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നു? ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന കാലമാമേത്. മാത്രമല്ല, എല്ലാ മീഡിയകളിലും ജനങ്ങൾക്കിടയിലും തൂക്കിലേറ്റേണ്ട എന്നെയാണെന്ന് എല്ലാരും പറയുന്നത്. എനിക്കാകെ പേടിയാവുന്നു മോനെ. നോക്ക്, സത്യത്തിൽ നീ വല്ല തെറ്റും ചെയ്തു മോനെ. അമ്മയ്ക്കറിയാം എന്റെ മോൻ നിരപരാധിയാണെന്ന്. പക്ഷെ ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട. ആ പുറയത്തെ ഗേറ്റിലൂടെ എന്റെ മോനോട് രക്ഷപ്പെടുക. വേഗം. ഞാൻ ഹരീന്ദ്രൻ, അപരാധി എന്ന് ജനം മുദ്രകുത്തിയ ഒരു നിഷ്കളങ്കൻ. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച
മാധ്യമ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒരപേക്ഷ. എൻ്റെ ഈ അനുഭവം ഇനി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ.